ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടേഴ്സ്. നമ്മൾ 2023 ആദ്യത്തെ ക്ലാസ് ഇന്ന് തുടങ്ങുകയാണ്. ഇന്നലെ ഒരു ക്ലാസ് വെച്ചിരുന്നെങ്കിലും അത് നടന്നില്ല. നാളെ മുതൽ 2 ക്ലാസ്സുകൾ ഉണ്ടാകും. ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ. ഈ ആഴ്ച നമ്മൾ ഫോറൻസിക് മെഡിസിൻ കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ മുതൽ ഡോക്ടർ തുഷാര ഫോറൻസിക് മെഡിസിൻ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എടുക്കുന്നതാണ്. ഇന്നിപ്പോൾ ടോക്സിക്കോളജിയുടെ ക്ലാസ് ഇന്ന് നടക്കുന്നു. നാളെ മുതൽ വൈകിട്ട് 6:30 ഡോക്ടർ ആമിന ഡോക്ടറുടെ ക്ലാസ്സും ഉണ്ടാകും. ഇന്നിവിടെ ആമിന ഡോക്ടർ ഒരു ലീവ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് വൈകിട്ട് ക്ലാസ് ഉണ്ടാകില്ല. അപ്പോൾ നാളെ മുതൽ തുഷാര ഡോക്ടർ ഫോറൻസിക് മെഡിസിൻ തുടക്കം മുതൽ. ഫോറൻസിക് മെഡിസിൻ നമ്മൾ ഒരു പ്രാവശ്യം ഗ്രൂപ്പിൽ ഒരു ഡിസ്കഷൻ നടത്തിയതാണ്. നാളെ മുതൽ എൻ്റെ ക്ലാസ് തുടങ്ങുന്നതാണ്. അപ്പോൾ പുതിയ വർഷത്തിൽ കാര്യങ്ങൾ ഒന്നുകൂടെ ചടുലമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. എല്ലാവരും ഒപ്പം സഹകരിക്കുക. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലെ ഡിസ്കഷൻ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇന്നിപ്പം 1 മണിക്കൂർ ഡിസ്കഷൻ കഴിഞ്ഞു. ഡോക്ടർ ദീപ വളരെ ആക്റ്റീവായിട്ട് അത് ചെയ്യുന്നുണ്ട്. മറ്റു വിഷയങ്ങളും ഒക്കെ പതോളജി ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒരെണ്ണം കൂടി ഉണ്ട്. ഡോക്ടർ സെൽജ റെഡിയാണ്. അടുത്ത ദിവസം തന്നെ അതും ഉണ്ടാകും. വെറ്ററിനറിയുടെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ എല്ലാവരും ആ പഠിത്തത്തിൻ്റെ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊരു കഴിഞ്ഞ 4-5 ദിവസങ്ങൾ ക്രിസ്തുമസും ന്യൂ ഇയറും ഒക്കെ ആയിട്ട് കുറച്ചൊന്ന് സ്ലോ ആയിരുന്നു. ഇനി അത് പറ്റില്ല, കുറച്ചുകൂടെ സ്പീഡ് കൂടിയെങ്കിലേ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ട് മുന്നോട്ട് വരിക. ഇന്നത്തെ ക്ലാസ് ഫോറൻസിക് മെഡിസിൻ ടോക്സിക്കോളജിയാണ്. ഡോക്ടർ അഞ്ജു ശിവറാമാണ് ക്ലാസ് എടുക്കുന്നത്. ഡോക്ടർ അഞ്ജു 2015 ആതുരാശ്രമം ഹോമിയോ മെഡിക്കൽ കോളേജിൽ നിന്ന് BHMSഉം 2020 ട്രിവാൻഡ്രം ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നിന്നും MDയും കഴിഞ്ഞ ഡോക്ടറാണ്. ഡോക്ടർ സ്വന്തം സ്ഥലം വയനാടാണെങ്കിലും ഇപ്പോൾ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് പൂയപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഏകദേശം 70 പേരായി. സമയം ഒട്ടും വൈകിക്കുന്നില്ല. ഞാൻ ഡോക്ടർ അഞ്ജുവിനെ ക്ലാസ് എടുക്കാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബാക്കി എല്ലാവരെയും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് ആഫ്റ്റർനൂൺ വൺ ആൻഡ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സർ ഓഡിബിൾ ആണല്ലോ അല്ലേ? അതെ അതെ അതെ, പറഞ്ഞോളൂ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടോക്സിക്കോളജി ആണ്. നോൺ ഹോമിയോപ്പതി സബ്ജക്ട്സിലെ തന്നെ ഏറ്റവും ലാസ്റ്റ് എന്നൊക്കെ പറയുന്ന ഇമ്പോർട്ടൻസ് ആണെങ്കിലും ഇതിൽ 1 മാർക്ക് പോലും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഇപ്പൊ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാം അടുപ്പിച്ചൊരു റിവിഷൻ മതിയാവും. എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ പരമാവധി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലാത്തത് ഞാൻ റഫ് നോട്ട്സ് പോലെ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്യാം. പല അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ വിട്ടുപോയതുണ്ടെങ്കിൽ ഞാൻ എല്ലാം നോട്ട്സ് ആക്കിയിട്ട് ബാക്കി ഗ്രൂപ്പിൽ നമ്മുടെ സക്സസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയക്കുന്നതുമാണ്. സോ നമ്മൾ വൈകുന്നില്ല, ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാണ്. ഫോറൻസിക് ടോക്സിക്കോളജി എന്ന് പറയുന്നതും പോയ്സൺ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ നമുക്ക് ആവശ്യമുണ്ട്. ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് ഒരു അസേർഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതുകൊണ്ട് 2 കാര്യങ്ങളെ ലിങ്ക് ചെയ്യുന്നതാണ് ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുന്നത്. അതായത് ഒന്ന് മെഡിക്കലും മറ്റൊന്ന് ലീഗലും. മെഡിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ദ ഹാർംഫുൾ എഫക്ട്സ് ഓഫ് കെമിക്കൽസ് ഓൺ ഹ്യൂമൻ ബോഡി. ഇതേപോലെയാണ് പോയ്സന്റെ ഡെഫിനിഷനും. പോയ്സൺ എന്ന് പറഞ്ഞാൽ എനി സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ കോസ് ഹാം, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ, ഒരു ഇൽ ഹെൽത്ത്, അല്ലെങ്കിൽ ഒരു ഡിസീസ്, അല്ലെങ്കിൽ ഡെത്ത് ഓഫ് എ പേഴ്സൺ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ പറ്റുന്ന ഒരു സബ്സ്റ്റൻസിനാണ് നമ്മൾ പോയ്സൺ എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ്, നമ്മൾ ഈ ഫോറൻസിക് ടോക്സിക്കോളജിക്കായിട്ട് മെഡിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ് ആണ് ഹ്യൂമൻ ബോഡിയിൽ അതിന്റെ വസ്തുക്കളുടെ ഹ്യൂമൻ ആക്സിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പറയുന്നു. ഇനി ഇതിൽ പല സെക്ഷൻസ് ഉണ്ട്. ഇത് ഫോറൻസിക്കലും കവർ ചെയ്യുന്നതാണ്. അത് കൂടാതെ നമ്മുടെ ടോക്സിക്കോളജിയിലും കവർ ചെയ്യുന്നതാണ്. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പ്രിസൈസ് ആയിട്ടുള്ള കറക്റ്റ് ടോക്സിക്കോളജിയുടെ മാത്രമല്ല, ഒരു മനുഷ്യന് എന്തെങ്കിലും ഹാർംഫുൾ എഫക്ട് ഉണ്ടാക്കുന്ന CRPC IPC സെക്ഷൻസ് കുറച്ചാണ്. നോട്ട് ചെയ്താൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നില്ല. അടുത്തെന്ന് പറഞ്ഞാൽ പോയ്സൺ ഞാൻ ഡെഫിനിഷൻ പറഞ്ഞല്ലോ. എനി സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ കോസ് ഹെൽത്ത് ഇഷ്യൂ ഓർ ഇൽ ഹെൽത്ത് ഓർ സം ഡിസീസ് ഓർ ഈവൻ ഡെത്ത് ടു എ പേഴ്സൺ, ആ വസ്തുവിനെ നമ്മൾ പോയ്സൺ എന്ന് വിളിക്കുന്നു. അതിൽ പല ആക്ടുകളുണ്ട്. നമ്മൾ ഓർക്കുന്നുണ്ടാവും, ഫെമിലിയർ ആണ്, പക്ഷെ നമ്മൾ ഇയർ ഓർക്കാത്തതായിരിക്കും.
ഇതിൽ ഒരു രണ്ട് എണ്ണം ഞാൻ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഒപ്പിയം ആക്ട് എന്ന് പറയും. ഒപ്പിയം ആക്ട് 1857 ഒപ്പിയം ആക്ട് എന്ന് പറയുന്നത്. ലോ ഓൺ പോയിസൺസിലെ ആദ്യത്തെ ആക്ട് ഒപ്പിയം ആക്ട് ആണ് 1857, 1800 1800 കാലഘട്ടങ്ങളിലാണ് ആ ആക്ട് വന്നിരുന്നത്. ബാക്കിയെല്ലാം 19 above ആണ്. പോയിസൺ ആക്ട് എന്ന് പറയുന്നത് 1919 ആണ്. പോയിസൺ 1919. ഓക്കെ, അടുത്തൊരു ആക്ട് ഉണ്ട്, ഡേഞ്ചറസ് ഡ്രഗ് ആക്ട് എന്ന് പറയും. അതിന്റെ ഇയർ 1930 ആണ്. ഡേഞ്ചർ 30. ഇനി ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്സ്, ഇതിൽ ഞാൻ ഇടയ്ക്ക് ചില നിമോണിക്സ് പറയും, അത് ഓർത്തിരിക്കാനാണ്, അതല്ലാതെ അതിൽ ലോജിക്കലി വലിയ മീനിങ് ഒന്നും കാണില്ല, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് എന്ന് പറയുന്നത് 1940 ആണ്. അതായത് സാധാരണ നമുക്കിടയിൽ ഒരു ടെൻഡൻസി ഉണ്ട്, എബവ് 40 ആകുമ്പോൾ അവർക്ക് ബ്യൂട്ടി സെൻസ് വരും അല്ലെ. അപ്പൊ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940 ആണ്. അതൊരു 5 വർഷം കഴിഞ്ഞാണ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾ വരുന്നത്. ദാറ്റ് വാസ് ഇൻ ദി ഇയർ 1945. മറ്റൊന്ന് ഫാർമസി ആക്ട് ആണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് നെക്സ്റ്റ് ഇയർ 1948 ഫാർമസി ആക്ട് വരുന്നത്. പിന്നെ ഡ്രഗ് കൺട്രോൾ ആക്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ വർഷമാണ്. അപ്പൊ ഡ്രഗ് കൺട്രോൾ ആക്ട് എന്ന് പറയുന്നത് 1950. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. ഡ്രഗ് ആൻഡ് മാജിക്കൽ റെമഡീസ്, മാജിക് ഒക്കെ തുടങ്ങുന്നത് 54 1954 മാജിക് തുടങ്ങി. നാർക്കോട്ടിക് ഡ്രഗ്സ് നമ്മുടെ 80s തുടങ്ങുന്നത്. നമ്മളെ PSC ബാച്ചുകാർക്ക് ജനിച്ചതിന് ശേഷം തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ 1985 നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. ഇലിസിറ്റ് ഡ്രഗ്സിന്റെ പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ളത്. ഇലിസിറ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ കൊക്കെയിൻ ഒക്കെയാണ് ഇലിസിറ്റ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അത് 88 ഐ റിപ്പീറ്റ്. ആദ്യത്തെ ആക്ട് എന്ന് പറയുന്ന ഒപ്പിയം ആക്ട് ആണ്. അത് 1800 ഞാൻ പറഞ്ഞു. അത് 1857 മറ്റൊന്ന് പറഞ്ഞ പോയിസൺ ആക്ട് ആണ്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ വാഗൻ രാജൻ ഇയർ ഒക്കെയാണ് 1990. ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് എന്ന് പറയുന്നത് ബ്യൂട്ടി സെൻസ് തുടങ്ങുന്നത് 40 അപ്പൊ 1940. ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾ 1945. ഫാർമസി ആക്ട് 1948. ഡ്രഗ് കൺട്രോൾ ആക്ട് 1950. Drug and Magical Remedies 1954, Narcotic Act 1985, Illicit Drugs 1988. ഇനി പോയിസൺ ഇൻഫർമേഷൻ സെന്റേഴ്സ് ഉണ്ട്. ഒന്ന് നമുക്കുള്ളത് എയിംസിലാണ്, ഡൽഹിയിലെ എയിംസിലാണ്. മറ്റൊന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഒക്യുപേഷണൽ അഹമ്മദാബാദ് ആണ്. മറ്റൊന്ന് റീജിയണൽ സെന്റേഴ്സ് ഇൻ ചെന്നൈ ആൻഡ് കൊച്ചിൻ. പോയിസൺ ഇൻഡെക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ പോയിസൺ ഇൻഡെക്സ് ഒന്ന് ഓർത്ത് വെച്ചാണ്. ഇനി നമ്മൾ ഹോമിസൈഡിലും പിന്നെ സൂയിസൈഡൽ പോയിസൺസ്. ഹോമിസൈഡിൽ എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലാൻ ഉപയോഗിക്കുന്നത്. സൂയിസൈഡ് എന്ന് പറയാൻ ആത്മഹത്യക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അല്ലയോ. അപ്പൊ ഈ ബാക്കിയുള്ള പോയിന്റ്സ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. എങ്കിലും ഹോമിസൈഡൽ പോയിന്റ്സിന്റെ പ്രത്യേകത അതാരും കണ്ടുപിടിക്കരുത്, അങ്ങനെയാണല്ലോ ഉദ്ദേശം. അപ്പൊ അവര് ഒന്നെങ്കിൽ ഫുഡിലോ ഡ്രിങ്കിലോ മിക്സ് ചെയ്യും. അതിന് പ്രത്യേകിച്ച് നിറമോ മണോ ഒന്നും കാണത്തില്ല. പ്രത്യേകിച്ച് അവർ നോക്കുന്ന ഒരു കാര്യം, അതിന് പെട്ടെന്ന് ആന്റിഡോട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമോ അല്ലെങ്കിൽ അതിന് പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സോ ഒന്നും ഉണ്ടാകരുത്. അതാണ് ഹോമിസൈഡൽ പോയിസൺസ് വേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഏതാണ് ഐഡിയൽ ഹോമിസൈഡൽ പോയിസൺ? താലിയമാണ് ഐഡിയൽ ഹോമിസൈഡൽ പോയിസൺ. കോമൺ ആയിട്ട് പലതും യൂസ് ചെയ്യുന്നെങ്കിലും എന്ന് പറഞ്ഞാൽ കൊടുത്ത ആള് ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ് താലിയം ഐഡിയൽ ഹോമിസൈഡൽ പോയിസൺ ആണ്. കോമൺലി യൂസ്ഡ് ആർസനിക്, അക്വണൈറ്റ്, മെർക്കുറി, നമ്മുടെ മെഡിസിൻസിലുള്ള സാധനങ്ങളൊക്കെ തന്നെ അല്ലേ. അതുകൊണ്ടാണ് മെയിൻ ഡോക്ടേഴ്സ് പറയുന്നത് എന്താണ് ഫോറൻസിക്കും ഹോമിയോപ്പതിയുമായിട്ടുള്ള ലിങ്ക് എന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള പോയിസണൽ സബ്സ്റ്റൻസിനെ ട്രൈച്ചുറേറ്റ് ചെയ്ത് നമ്മുടെ മെഡിസിനൽ സബ്സ്റ്റൻസ് ആക്കുന്നു. അപ്പൊ അവര് പോയിസണിന്റെ ആക്ഷൻ അതിന്റെ പോവുകയും മെഡിസിനൽ ആക്ഷൻ വരികയും ചെയ്യും എന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥം കൂടിയാണ് ഇത് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഒരു കാര്യം ഇതിൽ ഈ പേജിൽ ഓർക്കേണ്ടത്, ഈ സ്ലൈഡിൽ ഓർക്കേണ്ടത്, ഐഡിയൽ ഹോമിസൈഡൽ പോയിസൺ എന്ന് പറയുന്നത് താലിയമാണ്. അടുത്തത് ഐഡിയൽ സൂയിസൈഡൽ പോയിസൺ. അപ്പൊ നമ്മൾ മരിക്കണമെങ്കിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ട് മരിക്കണമെന്ന് ഒരിക്കലും ചിന്തിക്കില്ലല്ലോ. പെയിൻലെസ് ഡെത്ത് ആണ് കൊടുക്കേണ്ടത്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പലതരത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒപ്പിയം, ബാർബിറ്റുറേറ്റ്സ്, പൊട്ടാസ്യം സയനൈഡ് ഒക്കെ കോമൺ ആണ്. എങ്കിലും ഐഡിയൽ എന്ന് പറയുന്നത് സയനൈഡ് ആണ്. ഐഡിയൽ സയനൈഡ് പോയിസൺ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിനുള്ളിൽ മരിക്കും എന്നാണ് പറയുന്നത്. പണ്ട് ഒരാൾ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ ഒരാളുടെ പെന്നിന്റെ അറ്റത്ത് ഈ പോയിസൺ ഒരു ഉച്ച വെച്ചിട്ട് അയാൾ എഴുതാൻ പോയപ്പോഴത്തേക്കും അതിന് മുൻപേ അയാൾ മരിച്ചുപോയി. അത് ടങ്ങിൽ എത്തുന്നതിന് മുൻപേ അയാൾ മരിച്ചുപോയി. അതിന്റെ ഫ്ലേവർ എന്താണെന്ന് എഴുതാൻ വേണ്ടിയാണ് പെൻ എടുത്തത്, പക്ഷെ അത് നടന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. സോ ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഏറ്റവും ഫാസ്റ്റ് നടക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഐഡിയൽ പോയിസൺ എന്നുള്ളത് സയനൈഡ് ആണ്. പിന്നെ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ഓർഗനോഫോസ്ഫറസ് കോമ്പൗണ്ടുകളാണ്. ഓർഗനോഫോസ്ഫറസ് കോമ്പൗണ്ട്സ്.
ഇനി സ്റ്റുപ്പിഫൈ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കിളി പോയ നിലയിലാക്കുന്നത്. നമുക്ക് എന്താണ് ചിന്തിക്കേണ്ടതെന്ന് അറിയാതെ ഒരു സ്റ്റുപ്പിഫൈഡ് ആക്കിയിട്ട് ഇരുത്തുന്നത് പോയിസൺസ് ആണ്. CDD, ദത്തൂറ, കനാബിസ് ആൻഡ് ക്ലോറൽ ഹൈഡ്രേറ്റ്. സോ ഐ റിപ്പീറ്റ്, നമ്മൾ ഹോമിസൈഡൽ പോയിസൺ ഐഡിയൽ എന്ന് പറഞ്ഞത് ഐഡിയൽ ഹോമിസൈഡൽ പോയിസൺ എന്ന് പറയുന്നത് താലിയം ആണെന്നും ഐഡിയൽ സൂയിസൈഡൽ പോയിസൺ എന്ന് പറയുന്നത് സയനൈഡ് ആണെന്നും പഠിച്ചു. ഇനി സ്റ്റൂപ്പിഫൈങ് ആയിട്ടതാണ് CDD, ലൈക്ക് ദത്തൂറ, കനാബിസ് ആൻഡ് ക്ലോറൽ ഹൈഡ്രേറ്റ്. ഇനി ബാക്കിയുള്ള എല്ലാം കോമൺലി യൂസ്ഡ് ആണ്. അബോർഷന് കെലോട്രോപ്പിസ് ഒലിയാൻഡർ റെക്ടമായിട്ട് ഉപയോഗിക്കുന്നു. കാറ്റിൽ പോയിസണിങ്ങിന് അബ്രസ് ഒലിയാൻഡർ കെലോട്രോപ്പിസ്, ആരോ പോയിസ്ഡ് അബ്രസ് കെലോട്രോപ്പിസ് പോട്ടൻഡിക്, അഫ്രോഡെസിയാക്സ്, അത് ഒത്തിരി എണ്ണം ഉള്ളതുകൊണ്ട് അത്ര നിർബന്ധമില്ല. ഓർക്കാൻ കാന്തറൈഡ്സ്, കൊക്കെയിൻ, കനാബിസ് ആൻഡ് ഒപ്പിയം. ഇനി നമ്മൾ വയറ് കഴുകുക എന്നൊക്കെ പറയും. പോയിസൺ അടിച്ചിട്ട് ആൾക്ക് വയറ് കഴുകുക എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. അതിലെ സംഭവമാണിത്. ഗ്യാസ്ട്രിക് ലാവേജ് എന്ന് പറയുന്നത് 2 തരത്തിലാണ് ചെയ്യുന്നത്. 2 തരം ട്യൂബുകളാണ് അതിന് ഉപയോഗിക്കുന്നത്. ഒന്നിന്റെ പേര് ഇവാൽസ് ട്യൂബ് എന്നാണ്. മറ്റൊന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ കണ്ടിട്ടും ഉണ്ടാകാം, റൈൽസ് ട്യൂബ് എന്ന് പറയും. സോ ഐ റിപ്പീറ്റ്, ഗ്യാസ്ട്രിക് ലവേജ് എന്ന് പറയുന്നത് ചെയ്യണമെങ്കിൽ 1 to 3 hours ചെയ്യണം. ഇപ്പൊ ഓപ്ഷനകത്ത് 3 hours അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതാണ് ആൻസർ. എങ്കിലും 1 to 3 hours നമ്മൾ ഗ്യാസ്ട്രിക് ലാവേജ് ചെയ്യേണ്ടത്. കോമൺലി നടത്തുന്ന ട്യൂബിന്റെ പേരാണ് ഇവാൽസ് ട്യൂബ്. അത് നമ്മൾ വാട്ടർ ഉപയോഗിച്ച്, പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അതിന് 1.5 നിങ്ങൾ ഓർക്കണം. ഒന്ന് 1.5 മീറ്റർ ലെങ്ത് ആണ്, മീറ്റർ ആണ്. 1.5 സെന്റിമീറ്റർ ഡയമീറ്റർ ആണ്. ഓക്കെ. ഇനി ഇതിൽ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ ഈ MCQ ക്വസ്റ്റ്യൻസിനെ സംബന്ധിച്ച് നമ്മൾ യെസിനേക്കാൾ ഇമ്പോർട്ടന്റ് നോ ആണ്. അതായത് അതല്ല എന്ന് പറയുന്ന സിംറ്റംസോ മെഡിസിൻസോ ഒക്കെയാണ് കൂടുതൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. കൊറോസീവ് പോയിസൺസ് എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ്, അതുപോലെ നമ്മുടെ നൈട്രിക് ആസിഡ് തുടങ്ങിയൊക്കെയാണ് ഈ കൊറോസീവ് പോയിസൺസ് എന്ന് പറയുന്നത്. എക്സെപ്റ്റ് കാർബോളിക് ആസിഡ് നമുക്ക് ഈ ട്യൂബ് ഉപയോഗിക്കാം. സോ ഒന്നാമതാണ് കൊറോസീവ് പോയിസൺസ്. രണ്ടാമത് കൺവൽസൻസ് പോയിസൺസ് ലൈക് സ്ട്രിച്ചിനിൻ, നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. മൂന്നാമത് ഒരു പേഷ്യന്റ് കോമയിലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുപോലെ കെറസിൻ പോലത്തെ വോളറ്റൈൽ ആയിട്ടുള്ള കേസുകളിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ ഐ റിപ്പീറ്റ്, 4 കോൺട്രാ ഇൻഡിക്കേഷൻസ് ആണ്. ഒന്ന് കൊറോസീവ് പോയിസൺസ് എക്സെപ്റ്റ് കാർബോളിക് ആസിഡ്, സ്ട്രിച്ചിനിൻ, കോമ, കെറോസിൻസ്. ഇനി ചിലർ എമിറ്റിക്സ് ഉപയോഗിക്കും, ആളെ കൊണ്ട് വൊമിറ്റ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുണ്ട്. ആ കേസുകളിൽ ലങ് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ CNS സ്റ്റിമുലൻസ് ഒക്കെ ഉള്ള കേസുകളിലും ഉപയോഗിക്കില്ല. ഒരു കാര്യം കൂടി ഉണ്ട്, കോൺട്രാ ഇൻഡിക്കേഷൻസിൽ പ്രഗ്നൻസിയുടെ സമയത്തും നമ്മൾ ഈ ട്യൂബ് ഉപയോഗിക്കില്ല കേട്ടോ. ഇത്രയും ക്ലാരിറ്റി അവിടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത സ്ലൈഡിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായി പറയാം. അടുത്തത് പറഞ്ഞ ആന്റിഡോട്ടുകളാണ്. നമ്മുടെ മെഡിസിനിലൊക്കെ ഉള്ള ആന്റിഡോട്ട് പോലെ തന്നെയാണ് ഇവയും. അതായത് പോയിസന്റെ ആക്ഷനെ പ്രിവെന്റ് ചെയ്യാം. 3 മെത്തഡോളജിയാണ് പറയാ. ഒന്നെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എന്ന് പറയും. രണ്ടാമത് കെമിക്കൽ മെത്തേഡ് ഉണ്ടാവും. അതല്ലാതെ ഈ ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ ആന്റിഡോട്ട്സിൽ ഒന്നാമത്തെ പറയുന്നതാണ് മെക്കാനിക്കൽ മീനിങ്സോട് കൂടെ നമ്മൾ ഇതിനെ ആന്റിഡോട്ട് ചെയ്യാം. അതിൽ പ്രധാനിയാണ് ചാർക്കോൾ എന്ന് പറയുന്നത്. ചാർക്കോൾ ആക്ട്സ് മെക്കാനിക്കലി ബൈ അബ്സോർബിംഗ് ദ പോയിസൺ. പക്ഷെ അയൺ ഒരു പേഷ്യന്റിൽ പോയിസൺ ആയി വന്നുവെങ്കിൽ നമുക്ക് ചാർക്കോൾ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ, അത് ഓർക്കണേ. പിന്നൊന്നാണ് ഡിമൾസൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫാറ്റ് ഉള്ള സബ്സ്റ്റൻസ് കഴിക്കുക, ഡിമൾസൻസ്. അടുത്തതാണ് ബൾക്കി ഫുഡ്. ഗ്ലാസ് പൗഡറിന് കൊണ്ട് പിന്നെ പോയിസണിങ് ആയ കേസുകളാണെങ്കിൽ നമ്മൾ ബൾക്കി ഫുഡാണ് ഉപയോഗിക്കാറുള്ളത്. അടുത്തത് കെമിക്കൽ ആന്റിഡോട്ട്സ് ആണ്. കെമിക്കൽ ആന്റിഡോട്ട്സ് എന്ന് പറഞ്ഞാൽ കെമിക്കലി ആന്റിഡോട്ട് ചെയ്യും. നമ്മുടെ 67 ഫുഡ് നോട്ടിൽ പറയുന്നത് പോലെ കുറച്ച് സാധനങ്ങൾ കെമിക്കലി ആന്റിഡോട്ട് ചെയ്യുന്നു. അതിലൊന്നാണ് ആൽക്കലി ഉപയോഗിച്ച് ആസിഡ് ചെയ്യുന്നു. അതുപോലെ ലൈം ആന്റിഡോട്ട് ഓക്സാലിക് ആസിഡ്, ഓർക്ക പറ്റില്ലോർക്ക, ലൈമാണ് നമ്മൾ ഓക്സാലിക് ആസിഡ് ആന്റിഡോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വയലറ്റ് കളറിൽ നമ്മൾ കടകളിലൊക്കെ വാങ്ങുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ച് ഫോസ്ഫറസോ സയനൈഡോ ഒപ്പിയം ബാർബിച്ചുറേറ്റ്സ് ഇതെല്ലാം പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ ഉപയോഗിക്കുന്നു. അടുത്താണ് ടാനിക് ആസിഡ് എന്ന് പറയുന്നത്. നമ്മുടെ കോമൺലി വീട്ടിൽ അവൈലബിൾ ഉള്ള ചായ, അതിലാണ് കൊക്കെയിൻ, സ്ട്രിച്ചിൻ, മോർഫിൻ എന്ന് പറഞ്ഞാൽ ഈ മെഡിസിൻസ് എല്ലാം ഒരുതരം നമ്മുടെ ഡെലിറിറ്റിക് എഫക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. അതിന് കടുപ്പത്തിലൊരു കാപ്പി അല്ലെങ്കിൽ കടുപ്പത്തിലൊരു ചായ എന്നൊക്കെ പറയുന്ന പോലെ കൊടുക്കാം. കോമൺ സോൾട്ട് സിൽവർ നൈട്രേറ്റ്, NaCl, AgNO3. ഓക്കെ. പിന്നെ ലൂഗോൾസ് ആയിട്ട്
നമ്മള് ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ പഠിച്ചു. അടുത്തതാണ് കെമിക്കൽ. കെമിക്കലിനാണ് കുറെ എണ്ണം ഉള്ളത്. അതിന്റെ ഒരു വലിയ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ടൈപ്പ് അല്ല, അതിന്റെ ഫോട്ടോ എടുത്ത് അയക്കാം. അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുമോ, അതിൽ അണ്ടർലൈൻ ചെയ്ത സാധനങ്ങൾ ഒന്ന് പഠിക്കുകയും ചെയ്യണേ. എന്തായാലും കോമൺലി പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൽക്കലി ഫോർ ആസിഡ്, ലൈം ഫോർ ഓക്സാലിക് ആസിഡ്, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, ഫോസ്ഫറസ്, സയനൈഡ്, ഒപ്പിയം, ബാർബിറ്റുറേറ്റ്. ഓക്കെ, ഈ ഫോസ്ഫറസ് പോയിസണിങ്ങിന് നമ്മൾ ദീവാലി പോയിസൺ എന്നൊക്കെയാണ് പറയുന്നത്. ദീവാലി. സയനൈഡ് പിന്നെ നമുക്കറിയാലോ, ജോളി വധക്കേസിൽ നമ്മൾ കൊണ്ട് ആ പേഷ്യൻസിന് എന്ത് കൊടുത്താൽ മതിയായിരുന്നു? പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കൊടുത്താൽ മതിയായിരുന്നു. ബട്ട് ഡെത്ത് അതിന് മുമ്പേ വരും എന്നാലും. ഓക്കെ, ഇനി ഫിസിയോളജിക്കൽ ആന്റിഡേറ്റ് എന്ന് പറയുന്നത് നേരെ ഫിസിയോളജിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അട്രോപ്പിൻ ആൻഡ് ഫൈസോസ്റ്റിഗ്മിൻ, സയനൈഡ്, നൈട്രേറ്റ്. ഓക്കെ, അടുത്തത് യൂണിവേഴ്സൽ ആന്റിഡോട്ട് ആണ്. യൂണിവേഴ്സൽ ആന്റിഡോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണെന്ന് അറിയുന്നില്ല, അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഒരു ആന്റിഡോട്ട് കൊടുക്കുന്നതാണ് യൂണിവേഴ്സൽ ആന്റിഡോട്ട്. അതില് ആനിമൽ ചാർക്കോൾ 2 പാർട്ടും, മഗ്നീഷ്യം ഓക്സൈഡ് 1 പാർട്ടും, മഗ്നീഷ്യം ഓക്സൈഡ് ആൻഡ് ടാനിക് ആസിഡ് 1 പാർട്ടും. ഈ ഇത്രയുമാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ഐ റിപ്പീറ്റ്, യൂണിവേഴ്സൽ ആന്റിഡോട്ടിനകത്ത് നമ്മൾ സാധാരണ പണ്ട് കാലങ്ങളിൽ ചായ തിളപ്പിക്കത്തില്ലയോ, അന്നേരം അവിടെ ചാർക്കോൾ ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മുടെ ആ ചായപ്പൊടി ഉണ്ടാവും. എക്സ്ട്രാ ഒരു സാധനം മഗ്നീഷ്യം ഓക്സൈഡാണ്, മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പൊ അതിൽ കൂടുതൽ വേണ്ടത് ചാർക്കോൾ തന്നെയാണ്. സോ ഐ റിപ്പീറ്റ്, ആക്ടിവേറ്റഡ് ചാർക്കോൾ പ്ലസ് ടാനിക് ആസിഡ് പ്ലസ് മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം ഓക്സൈഡും ടാനിക് ആസിഡും 1 പാർട്ട് മതി, പക്ഷെ ചാർക്കോൾ 2 പാർട്ട് വേണം. നൗ കീലേറ്റിംഗ് ഓർ ചീലേറ്റിംഗ് ഏജന്റ് എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആന്റിഡോട്ട് ഫോർ മെറ്റൽസ്. നമ്മളിപ്പോ ഫിസിയോളജിക്കൽ ആന്റിഡോട്ട് പറഞ്ഞു, കെമിക്കല് പറഞ്ഞു, ഫിസിക്കല് പറഞ്ഞു, യൂണിവേഴ്സൽ പറഞ്ഞു. ഇനി മെറ്റലുകൾ എങ്ങനെ ആന്റിഡോട്ട് ചെയ്യും? മെറ്റൽ പോയിസണും വരാലോ. അതിനാണ് നമ്മൾ ഈ കീലേറ്റിംഗ് ഏജന്റ്സ് ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമനാണ് ബാൽ, BAL എന്ന് പറയും. ബ്രിട്ടീഷ് ആന്റി ലൂയിസൈറ്റ് ആണ്. പോയിസണിങ് ബൈ ആർസനിക്, മെർക്കുറി, ലെഡ്, കോപ്പർ, ഗോൾഡ്. സാധാരണ നമുക്ക് അവൈലബിൾ ആയുള്ള കുറച്ച് സാധനങ്ങൾ തന്നെ അല്ലേ? ആർസനിക്, മെർക്കുറി, ലെഡ്, കോപ്പർ, ഗോൾഡ്. ഇതിലൊരു കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. കാഡ്മിയം പോയിസണിങ്ങിന് BAL ഉപയോഗിക്കാൻ പറ്റില്ല. കാഡ്മിയം പോയിസണിങ്. അപ്പൊ കാഡ്മിയം പോയിസണിങ് പറഞ്ഞാൽ നമ്മൾ EDTA ഉപയോഗിക്കും, എത്തിലിൻ ടെട്രാസെറ്റിക് ആസിഡ്. ഇറ്റ്സ് ഓൾസോ യൂസിങ് ലെഡ്, അതുപോലെ മെർക്കുറി, കൊബാൾട്ട്, കാഡ്മിയം പോയിസണിങ് ഉപയോഗിക്കും. സോ ബാലും EDTA. ബാല് കുറെ എണ്ണം ഉണ്ട്, എങ്കിലും EDTA സ്പെസിഫിക് ഫോർ കാഡ്മിയം പോയിസൺ. അടുത്ത കുറച്ച് സാധനങ്ങൾ ഒരു വേർഡുകളേ ഉള്ളൂ, അത് ഓർമ്മിക്കാം. പെൻസിലാമീൻ കോപ്പർ. ഓക്കെ, നമ്മുടെ സാധാരണ റബ്ബർ ഉള്ള പെൻസിൽസിന്റെ മേലെ ഒരു ഇൻസ്റ്റലേഷൻ ഇല്ലയോ? സോ ദാറ്റ് ഇസ് കോപ്പർ ആണെന്ന് ഓർത്താൽ മതി. പെൻസിലാമീൻ ഫോർ കോപ്പർ. ഡിഫൊറാക്സിമിൻ അതെന്ന് പറഞ്ഞ സാധനം, ഡെഫൊറാക്സിമിൻ എന്ന് പറഞ്ഞ സാധനം അയേണിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഫെറോ അയൺ, അത് ഓർക്കാം. പിന്നെ എലിമിനേഷൻ സാധാരണ ചെയ്യുന്നത് ബൈ എക്സ്ക്രീഷൻ. റീനലാണ് എക്സ്ക്രീഷൻ ചെയ്യുന്നത്. ഈ എലിമിനേഷൻ സാധാരണഗതിയിൽ നമ്മൾ ഡയോറസിസ് ആയിട്ട് കൊടുക്കാം, ഡയഫോറസിസ് ആയിട്ട് കൊടുക്കാറുണ്ട്, അതുപോലെ ഡയാലിസിസും ചെയ്യാറുണ്ട്. ഡയോറസിസ് എന്ന് പറഞ്ഞാൽ കിഡ്നി തന്നെ ഫങ്ഷനിങ് ചെയ്യുന്ന കേസുകളാണ് നമ്മൾ ഈ എലിമിനേഷൻ കൊടുക്കുന്നത്, ലൈക്ക് എക്സ്ക്രീഷൻ വഴി എലിമിനേഷൻ. കിഡ്നി ഫങ്ഷനിങ് വെൽ ആണെങ്കിൽ നമ്മൾ ഡയോറസിസ് കൊടുക്കും. പിന്നെ ഡയാഫോറസിസ് എന്ന് പറയുന്നത് സ്വെറ്റ് വഴിയും, ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ കിഡ്നി ഫങ്ഷനിങ് അല്ലാത്ത കേസിലാണ് നമ്മൾ ഹീമോ ഡയാലിസിസ് അല്ലെങ്കിൽ യൂറിനറി ഡയാലിസിസ് ഓർ പെരിറ്റോണൽ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ എലിമിനേഷന്റെ കാര്യം 3D നിങ്ങൾ ഓർക്കുക: ഡയോറസിസ്, ഡയഫോറസിസ് ആൻഡ് ഡയാലിസിസ്. ഓക്കെ, ഇനി പേർജിംഗ് എന്ന് പറയും, അതായത് ഫോർ ലിക്വിഡ് പെട്രോളിയം, അതിൽ സോഡിയം സൾഫേറ്റ് ഒക്കെ ഉപയോഗിക്കുന്നു. ഹോൾ ബവൽ ഇറിറ്റേഷൻ വരുന്ന കേസിൽ അയണും, ഫോർ അയൺ ആൻഡ് ലിഥിയം, പോളി എത്തിലീൻ ഗ്ലൈക്കോൾ ആണ് ഉപയോഗിക്കുന്നത്. അയണും ലിഥിയത്തിനും ഹോൾ ബവൽ ഇറിറ്റേഷൻ അവർ വരുത്തിയിട്ടുണ്ടെങ്കിൽ പോളി എത്തിലീൻ ഗ്ലൈക്കോൾ. ഇനി ഡൈഫോററ്റിക്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, ഡൈഫോററ്റിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഹീറ്റ്, അതുപോലെ പൈലോ കാർപ്പീൻ നൈട്രേറ്റ് ആണ്. ഇനി 2 സാധനങ്ങളുണ്ട് ഡയാലിസിസ് ചെയ്യുന്നു അല്ലെ, അത് പെരിറ്റോണൽ ഡയാലിസിസ് ആവാം, ഹീമോ ഡയാലിസിസ് ആവാം. പെരിറ്റോണൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഫോർ ബാർബിറ്റുറേറ്റ് ആൻഡ് ക്ലോറൽ ഹൈഡ്രേറ്റ്. ഹീമോ ഡയാലിസിസ് ഓർത്താം, മറ്റു നമുക്ക് എക്സെപ്ഷൻ കേസ് ആയിട്ട് ഓർക്കാം. ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ എത്തനോളിനും മെത്തനോളും, അതായത് ആൽക്കഹോളിനകത്ത് നമ്മൾ ഹീമോ ഡയാലിസിസ് ആണ് ചെയ്യുന്നത്. H ഫോർ ആൽക്കഹോൾ, H ഫോർ എത്തനോൾ ഓർ മെത്തനോൾ. ഹീമോ ഡയാലിസിസ് ചെയ്യുന്നത് ആൽക്കഹോൾ കേസിലാണെന്ന് ഓർക്കുക. നെക്സ്റ്റ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയ പോയിന്റുകളാണ്. ഇത് എല്ലാം പഠിക്കാൻ ശ്രമിക്കണം. ഇത് കുറച്ച് എന്റെ നിമോണിക്സ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ നിമോണിക്സ് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. കൺസ്ട്രക്ഷൻ ഓഫ് പ്യൂപ്പിൾ, കണ്ണടഞ്ഞിരിക്കുന്നവർ.
അവര് ഓപ്പോയാണ്. ഓപ്പോ, ഒപ്പിയം, ഫിനോൾ ആൻഡ് ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട്. കണ്ണടഞ്ഞിരിക്കുന്നവര് ഒപ്പോ, ഒപ്പിയം, ഫിനോൾ ആൻഡ് ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട്സ്. പിൻ പോയിന്റ് പ്യൂപ്പിൾ, ഒരു പിന്ന് പോലെ പിൻ പോയിന്റ് പ്യൂപ്പിൾ ഒപ്പിയം. പിൻ പോയിന്റ് ഒപ്പിയം. പോയിന്റ് പി എന്നുള്ളത് ഓർക്കുക, അതിനകത്ത് പി സ്റ്റാർട്സ് ഫോർ പിൻ പോയിന്റ്, ഒ സ്റ്റാർട്സ് ഫോർ ഒപ്പിയം. ആൻഡ് ഹെറോയിൻ. ഇനി ഡയലറ്റേഷൻ ഓഫ് പ്യൂപ്പിൾ. ബെലഡോണ കോമൺ ആയിട്ട് നമുക്കറിയാം, പക്ഷെ ഓപ്ഷനിൽ ബെലഡോണ ഉണ്ടാവില്ല. അതർ ചോയ്സസ് ആർ ദത്തൂറ ആൻഡ് സയനൈഡ്. അതിന് ഓർക്കാൻ നമ്മൾ സയനൈഡ് കേസ്, കൂടത്തായി കേസ് കേട്ടപ്പോൾ നമ്മുടെ കണ്ണ് തള്ളിപ്പോയി അല്ലേ. സോ ദാറ്റ് ഇസ് എ ഡയലറ്റേഷൻ ഓഫ് പ്യൂപ്പിൾ, പിന്നെ സയനൈഡ് ആൻഡ് ദത്തൂറ. ഇനി റോഡ് പോയ്സൺ എന്ന് പറയുന്നത് ദത്തൂറ തന്നെയാണ്. പ്യൂപ്പിൾസ് ഫിക്സ്ഡ് ആൻഡ് ഡയലേറ്റഡ്. സാധാരണ മരിച്ചവരുടെ കണ്ണുകളാണ് അങ്ങനെ ഇരിക്കുന്നത്, അത് ക്വിനൈനിലാണ് കാണുന്നത്. പ്യൂപ്പിൾസ് വൈഡ്ലി ഡയലേറ്റഡ് ആൻഡ് നോൺ റിയാക്റ്റീവ്. ഡയലേറ്റഡും ആണ്, ഒന്നിനോടും റെസ്പോണ്ട് ചെയ്യുന്നില്ല, അതിനാണ് ദത്തൂറ. സോ ദത്തൂറ നമുക്ക് റോഡ് പോയ്സൺ ആയിട്ട് കണ്ടു, പ്യൂപ്പിൾസ് ഡയലേറ്റഡ് ആയിട്ട് കണ്ടു, വൈഡ്ലി ഡയലേറ്റഡും നോൺ റിയാക്ടിങ്ങിലും ദത്തൂറ കണ്ടു. ഓക്കെ. ഇനി ഹിപ്പസ് ഓർ ഹൈപ്പസ് ഓർ ഹിപ്പസ് എന്ന് പറയും. ഹിപ്പസ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കൺട്രാക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് ഡയലറ്റേഷൻ ഓഫ് പ്യൂപ്പിൾ ആണ്. അത് രണ്ട് പേരിലേ കാണുന്നുള്ളൂ, ഒന്ന് അക്ടോണൈറ്റിലും ഒന്ന് മോർഫിൻ പോയ്സണിലും. ഇത് ഓർത്താൽ ഇനി വരുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമുണ്ടാകും. ഐ റിപ്പീറ്റ്, കൺസ്ട്രക്ഷൻ ഓഫ് പ്യൂപ്പിൾ എന്ന് പറയുന്നത് ഒപ്പോ ആണ്. ഒപ്പിയം, ഫിനോള്, ഓർഗാനോഫോസ്ഫറസ്. പിൻ പോയിന്റ് ഇസ് ഒപ്പിയം. Dilatation of pupils or mydriasis by belladonna, datura and cyanide. മറന്നു പോയത് കണ്ണ് തള്ളുന്നത് സയനോയിഡിലും ദത്തൂറയിലുമാണ്. റോഡ് പോയ്സൺ ദത്തൂറയാണ്, അതുപോലെ വൈഡ്ലി ഡയലേറ്റഡ് ആൻഡ് നോൺ റിയാക്റ്റീവ് ദത്തൂറയാണ്. പ്യൂപ്പിൾസ് ഫിക്സ്ഡ് ആൻഡ് ഡയലേറ്റഡ് ക്വിനൈൻ ആണ്. ഹിപ്പസ് എന്ന് പറയുന്നത് അക്കോണൈറ്റ് പോയ്സണുകളിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ആകെ ഈ ഹിപ്പസ് ആണ്. അതുകൊണ്ട് ഹിപ്പസ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമ്മൾ കണ്ടീഷൻസിൽ സാധാരണഗതിയിൽ ഓർഗൻസ് പ്രിസർവ് ചെയ്ത് വെക്കണം അല്ലെ. എന്തെങ്കിലും ഒരു പോയ്സണിങ് വന്നു, അപ്പൊ ആ ഓർഗൻസ് നമ്മൾ എങ്ങനെയാണ് പ്രിസർവ് ചെയ്യേണ്ടതുള്ളതാണ്. അതിൽ ഒന്നാമതാണ് ആർസനിക് പോയ്സണിങ് എന്ന് പറയുന്നത്. ആർസനിക് പോയ്സണിനകത്ത് രണ്ട് പ്രത്യേകതകൾ നമ്മൾ വരുമ്പോൾ പഠിക്കും. രണ്ട് പ്രത്യേകതകൾ നെയിൽസിലും അതിന്റെ ഹെയറിലുമുണ്ട്. ഹെയറിന് ഒരു ഗോൾഡൻ കളർ ഹെയർ ആകുമെന്നും നെയിൽസ് മീസ് ലൈൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ഒരു പ്രത്യേകത കൂടെ കാണുന്നതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഇത് രണ്ടുമാണ് പ്രിസർവ് ചെയ്യാറുള്ളത്. അപ്പൊ ക്രോണിക് ആർസനിക് പോയ്സണിനകത്ത് നെയിൽസ് ആൻഡ് ഹെയർ ആർ പ്രിസർവ്ഡ്. അടുത്തത് ഗൺ ഷോട്ട് ഇഞ്ചറിയില് സ്കിന്നാണ്. സ്ട്രിച്ചിൻ പോയ്സണിലും ബാർബിച്ചറൈറ്റ് പോയ്സണിലും രണ്ടിലും നമ്മൾ ബ്രെയിൻ ആണ് പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. കാർബൺ മോണോക്സൈഡ് പോയ്സണിലും അതുപോലെ ഹൈഡ്രോസൈനിക് ആസിഡും ലങ് ആണ് പ്രശ്നം. ഓക്കെ. ഇനി സൂക്ഷിച്ചു വെക്കുന്നത് ആൽക്കഹോളിക് പോയ്സണില് CSF ആണ്. അതിൽ ഈ ക്രോണിക് ആർസനിക് പോയ്സണിലെ പ്രശ്നം കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ റിമെമ്പർ നെയിൽസ് ആൻഡ് ഹെയർ. അടുത്തത് ഓർഡറുകളാണ്. ചില സ്മെല്ലുകൾ കൊണ്ട് നമുക്ക് ഇന്ന പോയ്സണിങ് ആണ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതാണ് അടുത്തത്. ഒന്ന് ഫ്രൂട്ടി. നമ്മൾ സാധാരണ ഫ്രൂട്ടി വാങ്ങാറുണ്ട്. ഫ്രൂട്ടിയിൽ ആൽക്കഹോൾ ഉണ്ട്. ഫ്രൂട്ടി ഈഥൈൽ ആൽക്കഹോൾ. അടുത്തത് ഫിനോളിക് ഓർഡർ കാർബോളിക് ആസിഡ് ആണ്. ഫിനോളിക് ഓർഡർ കാർബോളിക് ആസിഡ്. റോട്ടൺ എഗ് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല, 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഹൈഡ്രജൻ സൾഫൈഡ്. ഇനി ഇമ്പോർട്ടന്റ് ആണ് ഗാർലിക് ഓർഡർ എന്ന് പറയുന്നത്, വെളുത്തുള്ളിയുടെ സ്മെൽ. അത് ഫോസ്ഫറസിലും അതുപോലെ അലുമിനിയം ഫോസ്ഫൈഡ് എന്ന സാധനത്തിലും ഈ ഗാർലിക് ഓർഡർ ഉണ്ടാവും. ഓക്കെ. ഗാർലിക്, ഓക്കെ, വെളുത്തുള്ളി, ഫോസ്ഫറസ്. ഫോസ്ഫറസിന്റെ പ്രത്യേകം നമുക്ക് അറിയാലോ, രാത്രിയിൽ തിളങ്ങും അല്ലെ. അപ്പൊ ആ രാത്രിയിൽ തിളങ്ങുന്നത് വെളുത്തുള്ളിയുടെ തിളക്കമാണ് എന്ന രീതിയിൽ ഓർക്കാം. പിന്നെ ഫോസ്ഫറസിലുണ്ട്, അലുമിനിയം ഫോസ്ഫൈഡിലുണ്ട്. ഫിഷി എന്ന് പറയുന്നത് സിങ്ക് ഫോസ്ഫൈഡ് ആണ്, സിങ്ക് ഫോസ്ഫൈഡ്. ബിറ്റർ ആൽമണ്ട് സയനൈഡ് ആണ്. ബിറ്റർ ആൽമണ്ട് സയനൈഡ്, അതായത് കൂടത്തായി കേസിൽ അവർ സയനൈഡ് കൊടുത്തത് ആൽമണ്ടിലാണെന്ന് ഓർക്കാൻ എളുപ്പമുണ്ടാവും. ബേൺഡ് റോപ്പ് എന്ന് പറയുന്നത് കനാബിസ് ആണ്. ഓക്കെ, ബേൺഡ് റോപ്പ് കനാബിസ്. അപ്പൊ അവർക്കാകെ ഒരു ലെവലില്ലാത്ത അവസ്ഥയാണല്ലോ, അപ്പൊ അവര് റോപ്പ് ഒക്കെ കത്തിച്ചു. ബേൺഡ് റോപ്പ് കനാബിസ്. സോ ഐ റിപ്പീറ്റ്, ഫ്രൂട്ടി സ്മെൽ ഫോർ ഈഥൈൽ ആൽക്കഹോൾ, phenolic smell for carbolic acid, rotanic hydrogen sulfide, garlic powder for phosphorus, fishy for zinc phosphide, bitter almond cyanide and burnt rock for cannabis. ഇനി നമ്മൾ ഓരോരോ പോയിന്റ്സിലോട്ട് കടക്കുകയാണ്. ഫസ്റ്റ് വൺ ഈസ് സൾഫ്യൂരിക് ആസിഡ്. പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ പഠിക്കുക. അതില് ചില ഗ്രാമുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ചിലതിന് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പം എത്ര സീഡ്സ് വേണം എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
സോ അപ്പൊ ക്വസ്റ്റ്യൻസിൽ തമ്മിലെ വ്യത്യാസം ഉണ്ട് എങ്കിലും പരമാവധി നമ്മൾ പഠിച്ചു നോക്കാം. കൊറോസീവ് പോയിസണിനകത്ത് ഒന്നാമത്തെ പ്രധാനി എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് നമുക്ക് നല്ലതായിട്ട് അറിയാം, വിട്രോളേജ് കേസുകളൊക്കെ അല്ലെ. അപ്പം അതിന് സൈക്കിൾ ഡോസ് എന്ന് പറയുന്നത് 5 തൊട്ട് 10 ml ആണ്. 24 മണിക്കൂറിനുള്ളിൽ ആൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിന്റെ സ്റ്റെയിൻസ് എന്ന് പറയുന്നത് റെഡിഷ് ബ്രൗൺ സ്റ്റെയിൻസ് ആണ്. പോയ വഴിയെല്ലാം പൊള്ളിക്കും. സോ അതിന്റെ നമ്മൾ ആദ്യം ടീത്തിന്റെ ഇനാമിൽ അങ്ങ് പൊള്ളിക്കും, അപ്പൊ അത് വൈറ്റ് ആയിട്ട് കാണും. സോ ടീത്ത് ചോക്കി വൈറ്റ്. ഫാരിഞ്ചൽ പെയിൻ ആണ് ഏറ്റവും കോമൺ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക് കഴിഞ്ഞ് ഫാരിങ്സിൽ എത്തുമ്പോഴത്തേക്കും ഫാരിങ്സ് അങ്ങ് ആ മ്യൂക്കസ് മുഴുവൻ കത്തിപ്പോവാണ്. സോ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺ സിംറ്റം പ്രസന്റ് ചെയ്യുന്നത് ഫാരിഞ്ചൽ പെയിൻ ആണ്. യൂഷ്വലി റെസ്പിറേറ്ററി കൊളാപ്സ് കൊണ്ടോ അല്ലെങ്കിൽ ഗ്ലോട്ടിസിന്റെ ഒക്കെ സ്പാസം കൊണ്ട് സ്റ്റൊമക് പെർഫറേഷൻ കൊണ്ടൊക്കെയാണ് ആള് മരിക്കുന്നത്. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രിക് ലാവേജ് നമ്മൾ പറഞ്ഞല്ലോ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് 250 ml ഓഫ് വാട്ടർ വിത്ത് കാൽഷ്യം ഓർ മഗ്നീഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ സോപ്പ് വാട്ടർ കൊടുക്കും. പോസ്റ്റ്മോർട്ടം ചേഞ്ചസിനകത്ത് ലെതറി ആൻഡ് ഗ്രേഷ് വിത്ത് വൈറ്റ് അപ്പിയറൻസ് ഓഫ് പാർട്സ്. അപ്പൊ ലെതറി ആയിട്ട് പറഞ്ഞാൽ അതിന്റെ സാധാരണയുള്ള ലെവൽ നശിപ്പിച്ചിട്ട് അവിടെ ലെതറി ആക്കി മാറ്റും. ഓക്കെ, ബ്ലാക്ക് കളേർഡ് ആയിരിക്കും. ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്, സ്കാൾഡഡ് മ്യൂക്കോസ ഓഫ് ദ സ്റ്റൊമക്. അത് ശ്രദ്ധിക്കാത്തൊരു പോയിന്റ് ആണ്. പക്ഷെ സ്കാൾഡഡ് മ്യൂക്കോസ ഓഫ് ദ സ്റ്റൊമക് കാണുന്നത് ഈ സൾഫ്യൂരിക് ആസിഡ് പോയിസണിലാണ്. അത് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത് അത്ര ശ്രദ്ധിക്കാത്ത പോയിന്റ് ആയതുകൊണ്ട് തെറ്റിക്കാൻ വഴിയുണ്ട്. സോ പ്ലീസ് റിമെമ്പർ, സ്കാൾഡഡ് ആയിട്ടുള്ള സ്റ്റൊമക് കാണുന്നത് ഇതിലാണ്. ഓക്കെ, ഇനി അതിന്റെ വിട്രോളേജ് മറ്റൊന്ന് സെമികാർപ്പസ് അന്നാകാർഡിയത്തിലും വിട്രോളേജിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോ സൾഫ്യൂരിക് ആസിഡ് ഓർക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് റെഡിഷ് ബ്രൗൺ സ്റ്റെയിൻസ് ഉണ്ടാക്കും, ചോക്കി വൈറ്റ് ടീത്ത് കാണുന്നു, പിന്നെ റെസ്പിറേറ്ററി കൊളാപ്സ് കൊണ്ടൊക്കെ ആയിരിക്കും. എങ്ങനെയാണ് അതിനെ നമ്മൾ ആന്റിഡോട്ട് ചെയ്യുന്നത്? ലെതറി ഗ്രേഷ് വൈറ്റ് സ്റ്റൊമക്. ലെതറി എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ട്, ലെതർ ബോട്ടിൽ ലൈക്ക് സ്റ്റൊമക് എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ട്. പക്ഷെ ലെതറി ആൻഡ് ഗ്രേഷ് വൈറ്റ് സ്റ്റൊമക്കും സ്കാൾഡഡ് മ്യൂക്കോസ് ഓഫ് സ്റ്റൊമക് വേറൊന്ന് വിട്രോളജിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സെമികാർപ്പസ് അന്നാകാർഡിയം. അടുത്തെന്ന് പറഞ്ഞാൽ നൈട്രിക് ആസിഡ് ആണ്. നമുക്ക് എല്ലാം അറിയാം, യെല്ലോയിഷ് ഡിസ്കളറേഷൻ, നമ്മുടെ കയ്യിൽ മഞ്ഞൾ ആയതുപോലെ തോന്നും. അത് സാധനം എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഡ്യൂ ടു ദി പ്രൊഡക്ഷൻ ഓഫ് പിക്രിക് ആസിഡ്. അത് സാന്തോപോട്ടിക് റിയാക്ഷൻ ആണ്. അപ്പൊ ഈ നൈട്രിക് ആസിഡിനകത്ത് ഓർക്കേണ്ട കാര്യം ഈ സാന്തോപോട്ടിക് റിയാക്ഷൻ മാത്രമാണ്. പോസ്റ്റ്മോർട്ടം ചേഞ്ചസിനകത്ത് എല്ലാ പാർട്സും എല്ലാം ആയിരിക്കും, പക്ഷെ സ്റ്റൊമക്ക് മാത്രം ഗ്രീൻ കളർ ആയിരിക്കും. ഇനി ഓക്സാലിക് ആസിഡ് ആണ്. ഓക്സാലിക് ആസിഡ് ഇപ്പൊ ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്. ഓക്സാലിക് ആസിഡ് എന്ന് പറയുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് ഓർ സിങ്ക് സൾഫേറ്റ് ക്രിസ്റ്റൽസിനെ പോലെ തോന്നും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഓർക്കണം, ഓക്സാലിക് ആസിഡ് ഇങ്ക് റിമൂവർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. റിപ്പീറ്റ്, ഓക്സാലിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ മഷി മായ്ച്ചു കളയാൻ ഉപയോഗിക്കുന്ന സാധനം. ഇങ്ക് റിമൂവർ ഓക്സാലിക് ആസിഡ്, വാട്ട് എവർ എന്ത് സിനോണിംസ് വെച്ച് ഓടിക്കാം. ഓക്സിന് നമ്മൾ ഇങ്ക് കൊടുക്കുന്നോ അങ്ങനെയൊക്കെ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ട്സ് അപ്പോൺ കിഡ്നി. നമ്മുടെ സ്റ്റോൺസ് ഒക്കെ ഉണ്ടല്ലോ, സ്റ്റോൺസ് റിലേറ്റഡ് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവുന്നത്. സോ കിഡ്നിയിൽ ആക്ട് ചെയ്തിട്ട് tubular nephrosis and usually death from uremia ആണ്. About 20 milligram is expired daily. Toxic compound in cabbage and spinach ഒക്കെ കാണുന്ന ടോക്സിക് കോമ്പൗണ്ട് ആണ്. അതിന്റെ ഇനിയുള്ള പോയിന്റ്സ് ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഓക്സാലിക് ആസിഡ് ഒരു ഇങ്ക് റിമൂവർ ആയി. ഈ ഓക്സാലിക് ആസിഡിന്റെ ഫൾമിനന്റ് ടൈപ്പിലാണ് കോഫി ഗ്രൗണ്ട് വോമിറ്റസ് കാണുന്നത്. So question, coffee ground vomitus is seen in oxalic acid. Acute കേസിലാണെങ്കിൽ ഹൈപ്പോകാൽസിയം, ഡിലേഡ് കേസിലാണെങ്കിൽ യൂറിനിക് സിംപ്റ്റംസ് ഉണ്ടാക്കാം. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കാൽഷ്യം ഗ്ലൂക്കനേറ്റ് ആണ്. നമ്മൾ സൾഫ്യൂരിക് ആസിഡ് പഠിച്ചു, നൈട്രിക് ആസിഡ് പഠിച്ചു, അടുത്തത് ഓക്സാലിക് ആസിഡ് ആണ്. അപ്പൊ ഓക്സാലിക് ആസിഡിൽ ഫസ്റ്റ് തിങ് പറയേണ്ടത് കുറെ സ്റ്റോൺസ്, കാൽഷ്യം അങ്ങനെയൊക്കെ റിലേറ്റഡ് ആണെന്ന് ഓർക്കുക. കിഡ്നി റിലേറ്റഡ് ആണ്. അപ്പൊ അതിനകത്തുള്ള ഒരു കാര്യം പറഞ്ഞാൽ, ഒന്ന് അവരുടെ ആക്ഷൻ ആണ് ട്യൂബുലാർ നെഫ്രോസിസ് പോലെ ഉണ്ടാകുന്നത്. ഫൾമിനൻ ടൈപ്പിലാണെങ്കിൽ അവർ കോഫി ഗ്രൗണ്ട് വോമിറ്റസ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഓക്സാലിക് ആസിഡ്, ഇങ്ക് റിമൂവർ, കോഫി ഗ്രൗണ്ട് മെറ്റീരിയൽ, ഹൈപ്പോകാൽസീമിയ, യുറീമിയ, കാൽഷ്യം ഗ്ലൂക്കനേറ്റ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അതായത് ബ്ലീച്ച്ഡ് ടൈപ്പ്, വൈറ്റ് ആയി ബ്ലീച്ച് പോലെ കാണുന്ന സ്റ്റൊമക് ഏത് പോയിസണിംഗിലാണ് ചോദിച്ചിട്ട്, അത് ഓക്സാലിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ ഐ റിപ്പീറ്റ്, ഓക്സാലിക് ആസിഡ്, ഇങ്ക് റിമൂവർ, ഫൾമിനൻ ടൈപ്പിൽ കോഫി ഗ്രൗണ്ട് വോമിറ്റസ്, ഹൈപ്പോകാൽസീമിയ, യുറീമിയ, കാൽഷ്യം ഗ്ലൂക്കനേറ്റ് ആൻഡ് ബ്ലീച്ച്ഡ് സ്റ്റൊമക്. ഇത്രയും ഓക്സാലിക് ആസിഡ് ആണ്. പിന്നെ അടുത്തതാണ് കാർബോളിക് ആസിഡ്. കാർബോളിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്റെ ചെറിയ ഡിമോണിക്സ് ആണ്, ഡോണ്ട് ലാഫ് അറ്റ് മീ.
ഫിനോളിക് അല്ലെങ്കിൽ കാർബോണിക് സ്മെൽ ഇതിനുണ്ടാവുന്നത് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ. അതിന്റെ പോയിസണിങ്ങിന്റെ പേരാണ് കാർബോളിസം. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എസ്കാർ എന്ന് പറയും, ESCHAR. ഇവയുടെ പ്യൂപ്പിൾസ് നമ്മൾ നേരത്തെ പഠിച്ചു, പ്യൂപ്പിൾസ് കൺട്രാക്റ്റഡ് ആണ്, ഒപ്പോയിൽ പെടുന്ന ഒരാളല്ലേ അത്, ഫിനോൾ നമ്മൾ പഠിച്ചില്ലയോ. അപ്പൊ പ്യൂപ്പിൾസ് കൺട്രാക്റ്റഡ് ആണ്. യൂറിന് ഗ്രീൻ കളർ. ഓക്കെ, അപ്പൊ കാർ വാങ്ങി അതിന് ഗ്രീൻ കളർ ആണ്. അതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോക്വിനോൺ ആൻഡ് പൈറോകാറ്റക്കോൺ. ഓക്കെ, ആ ഗ്രീൻ കളർ യൂറിൻ പോകുന്നതിനെ ഇത് കാർബോൾ യൂറിയ എന്ന് പറയും. ഓക്കെ, ഇനി കോർണിയാണ് അഫക്ട് ചെയ്തത്. ഓക്കെ, ഒക്രിനോസിസ് എന്ന് പറയും. യൂറിൻ ആദ്യം ശരിക്കും പറഞ്ഞാൽ വൈറ്റ് അല്ല, വൈറ്റ് കളറാണ്, പിന്നെയാണ് അത് ഗ്രീൻ ആവുന്നത്. ലേറ്റർ ബ്ലാക്ക് കളേർഡ് യൂറിൻ ആവും. ഞാൻ പറഞ്ഞല്ലോ, ലെതർ ബോട്ടിൽ സ്റ്റൊമക് എന്ന് പറയുന്നത് കാർബോണിക് ആസിഡ് ആണ്. ലെതറി അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി സൾഫ്യൂരിക് ആസിഡ് ആണ്. കാർബോണിക് ആസിഡിനകത്ത് ലെതർ ബോട്ടിൽ. കാർബോണിക് ആസിഡ് പോയിസണിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് കാർബോളിയൂറിയ ഉണ്ട്, അല്ലെങ്കിൽ കാർബോളിസം ഉണ്ട്, പ്യൂപ്പിൾസ് കൺട്രാക്റ്റഡ് ആണ്, എസ്കാർ ഉണ്ടാക്കുന്നു. ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതിലെല്ലാം കുറെ CQ എന്നൊക്കെ വരുന്നു അല്ലെ, ഹൈഡ്രോക്വിനോൺ, പൈറോകാറ്റക്കോൾ, കാർബോളിയൂറിയ, ഗ്രീൻ യൂറിൻ. ഓക്കെ, അപ്പൊ പച്ച കാറ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓർക്കുമല്ലോ. പിന്നെ ബൾബ്, പച്ചക്കാറിന്റെ ബൾബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്നത് ഒക്രനോസിസ്, ലൈക്ക് അതിന്റെ കോർണിയ എഫക്ട് ചെയ്യുന്നത് ഒക്രനോസിസ് എന്ന് പറയുന്നു. നമ്മൾ ലെതർ ഒക്കെ ഇട്ടിട്ടാണ്, ലെതർ ചപ്പൽസ് ഒക്കെ ഇട്ടിട്ടാണ് കയറുന്നത്. സോ ലെതർ ബോട്ടിൽ സ്റ്റൊമക്. ഞാൻ കണ്ടിന്യൂ ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുന്നതാണ്, കാരണം ഇനിയുള്ള ആർസനിക്കും മെർക്കുറിക്കും ഒത്തിരി ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുന്നത്. പ്ലീസ് എക്സ്ക്യൂസ് ബോറിംഗ് ആയിട്ട് തോന്നുന്നു. അടുത്തെന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫോസ്ഫറസ് ഇസ് കോൾഡ് ആസ് ദിവാലി പോയിസൺ. അതിന് നമ്മൾ നേരത്തെ പഠിച്ചില്ലയോ, ഗാർലിക് ഓർഡർ ആണ്. യൂഷ്വലി വൈറ്റ് ഫോസ്ഫറസ് വെള്ളത്തിനകത്താണ് വെക്കുന്നത്. ഫൾമിനേറ്റിംഗ് കേസിൽ ഒരു 1 gram മതി, 12 hours ഡെത്ത് വരും. അത് ബ്രത്തിൽ, അക്യൂട്ട് കേസിലെ ബ്രത്ത് ഗാർലിക് ഓർഡർ ആണ്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാത്രി അത് തിളങ്ങും അല്ലെ. അപ്പൊ അവരുടെ വോമിറ്റസിന് ഒരു ലുമിനിസൻ കളർ ഉണ്ടാവും. അവരുടെ സ്റ്റൂൾ എന്ന് പറയുന്നത് സ്മോക്കി സ്റ്റൂളാണ്. 3rd സ്റ്റേജിലെ റീനൽ ഫെയിലർ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് ഫെയിലറിലാണ് അവർ മരിക്കുന്നത്. ഇനി പ്രത്യേകം നോക്കണം, ഈ ഫോസ്ഫറസിന് ആന്റിഡോട്ടിൽ നിന്ന് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അതുപോലെ കോപ്പർ സൾഫേറ്റ് വെച്ചിട്ടും ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ K കൊടുക്കുമെന്നാണ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനകത്ത് ജോണ്ടിസ്, ഗാർലിക് ഓർഡർ. പിന്നെ നമുക്ക് എല്ലാം അറിയാം ഫോസ്ഫറസിന് ഫോസിജോ. സോ ഫോസ്ഫറസ് പോയിസണിങ് പറയുമ്പോൾ ഫോസിജോ ഓർക്കുക. അടുത്തത് അവരുടെ സിംറ്റംസിനകത്ത് ഒരു ഗാർലിക് ഓർഡർ അല്ലെ, ഗാർലിക് ഓർഡർ, ഇലുമിനിസൻ, പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന കാര്യങ്ങൾ. അതിൽ ഫോസ്ഫറസ്, ഫോസിജോ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഗാർലിക് ഓർഡർ, പിന്നെ കോപ്പർ സൾഫേറ്റ് ആന്റിഡോട്ട് ആണ്, സ്മോക്കി സ്റ്റൂൾ ആണ്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട് ആണ്. ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ട 1 വേർഡ് എന്ന് പറഞ്ഞാൽ അത് കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. അതായത് അസറ്റൈൽ കോളൈന്റെ നോർമൽ ഫംഗ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, അത് 2 തരത്തിലുണ്ട്, ആൽക്കൈലും അരൈലും. നമുക്ക് ആദ്യം അരൈൽ പഠിക്കാം. അരൈൽ ഫോസ്ഫേറ്റ്സ് എന്ന് പറയുന്നത് ഒരു തരം പാരയാണ്. ഓക്കെ, അരൈൽ ഫോസ്ഫേറ്റ്സ് ആണ് പാരാത്തിയോൺ, കിൽഹോസ്. ഒരു പുതിയ എണ്ണം കണ്ടതാണ് TIC20 എന്ന് പറയുന്നത്. TIC20, which among them is aryl phosphate or which among them is an alkyl phosphate ചോദിച്ചാൽ നമുക്ക് പിന്നെ അല്ലെങ്കിൽ എക്സെപ്റ്റ് ദിസ് എന്നൊക്കെ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്നതാണ്. TIC20 is aryl, parathion and kilphos. ആൽക്കൈൽ ഫോസ്ഫേറ്റ് ആണ് മലാത്തിയോൺ, സിസ്റ്റോക്സ്, പെസ്റ്റോക്സ്, ടെപ്, OMPA എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ടിന്റെ പ്രത്യേകത അത് കെറോസിൻ ലൈക്ക് ഓർഡർ ആണ്. നമ്മൾ ഒന്ന് പഠിച്ചു, ഗാർലിക് ഓർഡർ ഫോസ്ഫറസ് ആണ്. ഈ ഫിനോൾ ഓർഡർ എന്ന് പറയുന്നത് കാർബോണിക് ആസിഡ് ആണ്. പിന്നെ ബിറ്റർ ആൽമണ്ട് എന്ന് പറയുന്നത് സയനൈഡ് ആണെന്നൊക്കെ പഠിച്ചു. ഓർഗാനോഫോസ്ഫറസിനകത്ത് മണ്ണെണ്ണയാണ്. മണ്ണെണ്ണ ലൈക്ക് സ്മെൽ, ലൈക്ക് ഓർഗാനോഫോസ്ഫറസ്. പിന്നെ അസറ്റൈൽ കോളിനെസ്റ്ററേസിനെ അത് ഇൻഹിബിറ്റ് ചെയ്യുന്നു. മെയിൻ ആയിട്ട് ഇതിന്റെ മെറ്റബോളിസം ഒക്കർ ചെയ്യുന്നത് ലിവറിലാണ്. ഓക്കെ, 3 എഫക്റ്റുകൾ ഉണ്ടാക്കുന്നു, മസ്കാരഡിക്, നിക്കോട്ടിനിക് ആൻഡ് CNS എഫക്ട്. അതിന്റെ ഫീച്ചേഴ്സിന് സ്ലഡ്ജ് BP എന്നൊരു ചെറിയ ന്യൂമോണിക്സ് ആയിട്ട് ഓർക്കുക. അപ്പം ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ്, ആന്റി കോളിനെസ്റ്ററേസ് ആക്ടിവിറ്റി ആണ്. അതിൽ അരൈൽ ഏതാന്ന് നമ്മൾ പഠിച്ചു, ആൽക്കൈൽ ഏതാന്ന് പഠിച്ചു. ഇതിനേക്കാളെല്ലാം ഇമ്പോർട്ടന്റ് കെറോസിൻ ആണ്. ഓക്കെ, ഈ സ്ലഡ്ജ് BPക്കകത്ത് എല്ലാ എക്സ്ക്രീഷൻസും കൂട്ടും, ലൈക്ക് സലൈവേഷൻ, ലാക്രിമേഷൻ, യൂറിനേഷൻ, ഡീഫിക്കേഷൻ,
അതുപോലെ പിന്നെ ഗ്യാസ്ട്രിക് ഡിസ്ട്രസ്സുകൾ, എമിസിസ്, പിന്നെ ബ്രോങ്കോസ്പാസം ആൻഡ് പിൻ പോയിന്റ് പ്യൂപ്പിൾ. അപ്പൊ നമ്മുടെ ഒപ്പോയിൽ ഒരാളെ കൂടെ നമുക്ക് കിട്ടി. ഒന്ന് നമ്മൾ പറഞ്ഞു ഫിനോൾ ആണെന്ന്, രണ്ടാമത്തെ ആള് ഇയാളാണ്, ഓർഗാനോഫോസ്ഫറസ് ആണ്. ഓക്കെ, സോ സ്ലഡ്ജ് BP ഈസ് ഫോർ എല്ലാ സെക്രീഷൻസും കൂട്ടുന്നത് ഓർഗാനോഫോസ്ഫറസിലാണ്. ഇപ്പൊ കെറോസിന്റെ എല്ലാ സെക്രീഷൻസും കൂട്ടും എന്ന് ഓർക്കുക. ട്രീറ്റ്മെന്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പ്രലിഡിക്സോം, അട്രോഫിൻ ഒക്കെയാണ്. അതില് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ടിന്റെ സിംറ്റംസ് എന്ന് പറയുന്ന ആസ്തമ അല്ലെങ്കിൽ ആസ്ഫിക്സിയ സിംറ്റംസിനോട് സിമിലർ ആണ്. ഇനി നമ്മൾ ഓരോന്നിനും സിമിലാരിറ്റി പഠിക്കും. എനിവേ, ആസ്തമ ലൈക്ക് സിംറ്റംസ് ഇസ് സീൻ ഇൻ ഓർഗാനോഫോസ്ഫറസ്. നമ്മൾ മണ്ണെണ്ണ ഒഴിച്ച് തീയൊക്കെ കത്തിച്ച് കഴിയുമ്പോൾ പുക വരത്തില്ലയോ, ആ പുക വരുമ്പോൾ ശ്വാസം മുട്ടൽ വരും എന്ന് കണക്ട് ചെയ്ത് ഓർക്കാം. ഓർഗാനോഫോസ്ഫറസ് ഡെത്ത് വിൻ 24 hours ആണ്. ട്രീറ്റ്മെന്റ് ബൈ KMNO4, atropine sulfate, award physostigmine, succinylcholine, endorphin chloride and DAM. അടുത്തത് ലെഡ് ആണ്. സോ ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട്സ് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അരയിലും ഉണ്ട്, ആൽക്കൈലും ഉണ്ട്. അതുപോലെ പിന്നെ അതിലെ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്യുമ്പോൾ കെറോസിൻ സ്മെല്ലിന്റെ കാര്യം, സ്ലഡ്ജ് BPയുടെ കാര്യം, ട്രീറ്റ്മെന്റ് എന്ത് കൊടുക്കും എന്നുള്ള കാര്യം. ഇനി ലെഡ് ആണ്. ഫേറ്റൽ ഡോസ് എന്ന് പറയുന്നത് ലെഡ് അസറ്റേറ്റിന് 20 ഗ്രാമും ലെഡ് കാർബണേറ്റിന് 4 ഗ്രാമും ആണ്. ഈ ലെഡ് കാർബണേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് എ ടിപ്പിക്കൽ ക്യുമുലേറ്റീവ് പോയിസൺ. സോ ടിപ്പിക്കൽ ക്യുമുലേറ്റീവ് പോയിസൺ എന്ന് പറയുന്നത് ലെഡ് കാർബണേറ്റ് ആണ്. ഓക്കെ, ഫേറ്റൽ പീരീഡ് 1 to 2 days ആണ്. ലെഡിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ലെഡ് സിന്തസിസ് ഒക്കെ കൺട്രോൾ ചെയ്യും. ഹീം സിന്തസിസ്, ഡിപ്പോസിറ്റ്സ് ഡി-അലൈൻ ഇൻ ALA ഇൻ യൂറിൻ. യൂറിനകത്ത് DLA അമിനോ ലെവലിക് ആസിഡ് ആണത് ഇൻ യൂറിനിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ആൻഡ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിനകത്ത് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സ്റ്റൊമക്കിന്റെ മ്യൂക്കോസ ഗ്രേഷ് വൈറ്റ് ഡിപ്പോസിറ്റ് കാണിക്കും. അതിലുള്ള ഈ ലെഡ് പോയിസണിങ് ലാപക് എന്ന് പറയും സാധനം കാണുന്നത്. ലാപക് ഒന്ന് നമുക്കറിയാം. ലെഡ് ലൈൻ എന്താണെന്ന് അറിയാമോ? ബർട്ടോണിയൻ ലൈൻ. ഇനി ബർട്ടോണിയൻ ലൈൻ പല ലൈൻസിൽ പല കേസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. എനിവേ, ലെഡിന്റെ കേസിൽ ബർട്ടോണിയൻ ലൈൻ എന്ന് ഓർക്കുക. ബർട്ടോണിയൻ ലൈൻ. മറ്റൊന്ന് ലാപക് എന്നല്ലേ പറഞ്ഞതില്, അതിൽ ഒന്ന് അനീമിയ ആണ്. P stands for palsy and pallor, also for punctuate basophilia. E stands for encephalopathy. Encephalopathy നമ്മൾ സ്ലഡ്ജ് BP എന്നുള്ള കോഡ് പഠിച്ചത് ഓർഗാനോഫോസ്ഫറസിനാണ്. ലെഡിനകത്ത് ലാപക്. ഓക്കെ, എൻസെഫലോപ്പതി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിലെ മാത്രമാണ് കാണുള്ളൂ കേട്ടോ. കോളിക്, കോൺസ്റ്റിപ്പേഷൻ. ഏറ്റവും ഏർലി ആൻഡ് മോസ്റ്റ് പെർസിസ്റ്റന്റ് സൈൻ എന്ന് പറയുന്നത് ഫേഷ്യൽ പാലർ ആണ്. സോ ലെഡിന് ലാപക് എന്ന കാര്യം ഓർക്കുക. ലാപകിന്റെ L stands for lead line or Burtonian line. അതർ നെയിം ആണ് ഓർക്കേണ്ടത്. ലെഡ് ലൈൻ അവർ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, ബർട്ടോണിയൻ ലൈൻസ് ആണ് ചോദിക്കുക. സോ ബർട്ടോണിയൻ ലൈൻ. രണ്ടാമത്തത് അനീമിയ. ഓക്കെ, അനീമിയ. മൂന്നാമത് അനീമിയ ആയതുകൊണ്ടാണ് പാലർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. 3 P ഉണ്ട്. ലെഡ് പാൽസി, ലെഡ് പങ്ക്ച്വേറ്റ് ബേസോഫിലിയ, ലെഡ് പാലർ. E എന്ന് പറയുന്ന എൻസെഫലോപ്പതിയും, C ഫോർ കോളിക് ആൻഡ് കോൺസ്റ്റിപ്പേഷൻ. അതുപോലെ വേറൊരു സാധനം കൂടെ കാണുന്നു, കോർപോർഫൈറിൻ കാണുന്നുണ്ട്. അപ്പൊ സിക്കകത്ത് കോളിക്കും കോൺസ്റ്റിപ്പേഷനും കോർപോർഫൈറിൻ കൂടെ കൊടുക്കുക. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞ എൻസെഫലോപ്പതി, ഈ ലെഡ് പോയിസണിംഗ് കൊണ്ട് എൻസെഫലോപ്പതി ആണ് കുഞ്ഞുങ്ങൾ കാണുന്ന പ്രോബ്ലം. ക്രോണിക് ലെഡ് പോയിസണിംഗ് നമ്മൾ പറയുന്ന പേരാണ് പ്ലംബിസം ഓർ സാറ്റർണിസം. പ്ലംബിസം ഓർ സാറ്റർണിസം ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ അമെനോറിയ ആൻഡ് ഇൻഫെർട്ടിലിറ്റി ആണ്. പങ്ക്ച്വേറ്റ് ബേസോഫിലി ഓർ ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് ഓഫ് RBC മോർ കോമൺ. കാബോട്ട് സ്ട്രിങ് കാണാം. പിന്നെ ഗമ്മിൽ കാണുന്ന ലൈനിന്റെ പേരാണ് ബർട്ടോണിയൻ ലൈൻ. അബ്ഡോമിനൽ സിംറ്റത്തിനകത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലെഡ് പാൾസിക്കകത്ത് റിസ്റ്റ് ഡ്രോപ്പ് കൂടെ ഓർക്കണം കേട്ടോ. റിസ്റ്റ് ഡ്രോപ്പ്, ഫുഡ് ഡ്രോപ്പ്, മെൻസ്ട്രൽ ഇറഗുലാരിറ്റി, റീനൽ ഡിസ്ഫങ്ഷൻ. കെലേറ്റിംഗ് ഏഞ്ചൽ EDT ആണ്. ട്രീറ്റ്മെന്റ് ബൈ കാൽഷ്യം ഡൈസോഡിയം ബേഴ്സനേറ്റ്. പിന്നെ ഏതെങ്കിലും കാണിച്ചു വെച്ചാൽ എൻസെഫലോപ്പതി ഉണ്ടെങ്കിൽ ബാൽ പ്ലസ് EDT ഉപയോഗിക്കും. അപ്പൊ ലെഡിന് നമ്മൾ എങ്ങനെയാണ് കുറച്ച് ഡിമോണിക്സ് ഓർക്കുന്നത്? ഒന്ന് നമ്മൾ ആ ലാബ്സ് ഒക്കെ ഓർത്താൽ തന്നെ കിട്ടും. ലാപ്സക്കിലാണ് ലെഡ്, പിന്നെ ലാപക്കിലാണ് ലെഡ് ലൈൻ ഓർ ബർട്ടോണിയൻ ലൈൻ, അനീമിയ, പാലർ, പാൾസി, പങ്ക്ച്വേറ്റ് ബേസോഫിലിയ, എൻസെഫലോപ്പതി, കോളിക്, കോൺസ്റ്റിപ്പേഷൻ. പിന്നെ ഈ കണ്ടീഷനെ വിളിക്കുന്ന പേര് സാറ്റർണിസം, പ്ലംബിസം. നമ്മൾ ലെഡ് പൈപ്പ് എന്നൊക്കെ പറയുന്ന പ്ലംബേഴ്സ് ഉപയോഗിക്കല്ലേ, പ്ലംബിസം. സാറ്റർഡേ ചെയ്തു സാറ്റർണിസം. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദാറ്റ്.
ഇനി അടുത്തത് കാർബമൈഡ്സ് എന്ന് പറഞ്ഞ ഡെറിവേറ്റീവ്സ് ഓഫ് കാർബോണിക് ആസിഡ് ആണ് ആന്റി കോളിനർജിക് എഫക്ഷൻ. From polyester enzyme action to 20%. Atropine ഒരു സ്പെസിഫിക് ആന്റിഡോട്ട് ആണ് കാർബമൈഡ്സിന്. ഓർഗനോഫ്ലോറൻസ് ആണ്. അവരുടെ മെയിൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റിമുലേറ്റ് ചെയ്യും, ദെൻ ഡിപ്രസ് ചെയ്യും. ഇതിനൊന്ന് ഒന്ന് ഓർത്താൽ മതി. അവിടെ ഇവിടെയും കണ്ട റാൻഡം ആയിട്ടുള്ള ചില പോയിന്റ്സ് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. എൻട്രൻസ് സൈക്ലോപ്രീൻ ഇൻസെക്ടിസൈഡ്സ് ആണ് പ്ലാന്റ് പെൻസിലിൻ എന്ന് പറയും. അടുത്തത് സിങ്ക് ആണ്. നമ്മൾ ഏറ്റവും കുറഞ്ഞ സാധനങ്ങളിലെ മെറ്റൽ ഒന്നാണ്. നമ്മൾ ലെഡ് പഠിച്ചു. ലെഡിലെ ലാക്കത്തും ഈ പിന്നെ സാറ്റേൺസും ഒക്കെ ഓർത്തു. സിങ്കിലാണെങ്കിൽ ഒരു 2 പോയിന്റേ ഉള്ളൂ. സിങ്ക് നമ്മൾ കീഴോട്ട് പഠിക്കുന്ന സിങ്കും മെറ്റാലിക്കും എന്നാണ് അല്ലെ. സോ സിങ്കിന് പറയുന്ന പേര് മെറ്റൽ ഫ്യൂം ഫീവർ ഓർ സ്മെൽറ്റേഴ്സ് ഫീവർ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ടിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആസ്മ ലൈക്ക് സിംറ്റംസ് ഉണ്ടാക്കും. റൈറ്റ്. അതുപോലെ ഈ സിങ്കിനകത്ത് മലേറിയ ലൈക്ക് ചിൽസ് ആണ് കാണുന്നത്. ഐ റിപ്പീറ്റ്, സിങ്കിനകത്ത് മെറ്റൽ ഫ്യൂം ട്യൂമർ ഓർ സ്മെൽറ്റേഴ്സ് ഫീവർ, മലേറിയ ലൈക്ക് ചിൽസ് ആണ് കാണുന്നത്. ഫെറ്റൽ ലോസ് 5 gram, ഫെറ്റൽ പീരീഡ് 24 hours. അടുത്തത് കോപ്പർ ആണ്. കോപ്പറിന്റെ പ്രത്യേകത പവർഫുൾ ഇൻഹിബിറ്റേഴ്സ് ഓഫ് എൻസൈം. എല്ലാ എൻസൈമിനെയും കോപ്പർ അങ്ങ് തടഞ്ഞു നിർത്തും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, നമ്മൾ പെൻസിലാമീൻ എന്ന് പറഞ്ഞിരുന്നില്ലയോ ആന്റിഡോട്ട് ആയിട്ട്, അത് തന്നെ. കോപ്പർ സൾഫേറ്റ് ഉണ്ട്, കോപ്പർ സബ് അസറ്റേറ്റ്, അതൊന്ന് ഓർക്കുക. കോപ്പർ സബ് അസറ്റേറ്റ് ആണ് വേർഡിഗ്രീസ് എന്ന് പറയുന്നത്. വേർഡിഗ്രീസ്. വൊമിറ്റഡ് മാറ്റർ ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. 3ാമത്തെ പോയിന്റ്, വൊമിറ്റഡ് മാറ്റർ ബ്ലൂ ഗ്രീൻ കളറാണ്. ഓക്കെ, സ്കാലഡ് മ്യൂക്കോസ് നമ്മൾ സൾഫ്യൂരിക് ആസിഡിനാണെന്ന് പറഞ്ഞു. അതുപോലെ കോഫി ഗ്രൗണ്ട് നമ്മൾ ഓക്സാലിക് ആസിഡിനാണെന്ന് പറഞ്ഞു. ഈ കോപ്പറിനകത്ത് ബ്ലൂ ഗ്രീൻ കളർ ഓർത്തിരിക്കാൻ എളുപ്പം. തുരിശില്ലയോ, തുരിശിന് ഒരു തരം ബ്ലൂ ഗ്രീൻ കളർ അല്ലേ, അങ്ങനെയാണ് ഓർക്കേണ്ടത്. ദർ ഇസ് ഡയറിയ വിത്ത് മച്ച് സ്ട്രെയിനിങ്. നമ്മുടെ ഗ്രീഷ്മ വധക്കേസിൽ അതൊരു ബ്ലൂ ഗ്രീൻ കളർ സാധനമാണ്. എന്റെ അറിവിൽ ബ്ലൂ ഗ്രീൻ കളർ സാധനമാണ് വൊമിറ്റ് ചെയ്തത്. അത് കോപ്പർ സൾഫേറ്റ് ആണെന്നൊക്കെ സംശയിച്ചിരുന്നു. സോ വൊമിറ്റഡ് മാറ്റർ ഇസ് ബ്ലൂ ഗ്രീൻ കളർ. സ്റ്റൊമക് വാഷ് വിത്ത് പൊട്ടാസ്യം ഫെറോസയനൈഡ് ആണ്. ക്രോണിക് പോയിസൺസിനെ നമുക്ക് അറിയാവുന്ന സാധനമാണ്. അതിന്റെ പേര് വിൽസൺസ് ഡിസീസ് എന്നാണല്ലോ. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ആന്റിഡോട്ട് ആണ് ട്രൈ ആൻറ്റീൻ എന്ന് പറയും. ട്രൈ ആൻറ്റീൻ. പിന്നെ കോപ്പർ ഡിപ്പോസിറ്റ് ടിഷ്യൂസിൽ വരികയാണെങ്കിൽ ചാൽക്കോസിസ്, CC ചാൽക്കോസിസ്. ക്രോണിക് ഇൻഹലേഷൻ വരികയാണെങ്കിൽ അതിന് വൈൻയാർഡ് സ്പ്രേയേഴ്സ് ലൈം ഡിസീസ്. ഒത്തിരി വൈൻയാർഡിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒത്തിരി കോപ്പർ കൂടിയ സാധനം ഓർത്താം. ഓക്കെ, താലിയം മീസ്ലൈൻ. താലിയത്തിലാണെങ്കിൽ മീസ്ലൈൻ കാണുന്നത് വേറൊരു മെറ്റലാണ് താലിയം, അതിലാണ് മീസ്ലൈൻ കാണുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ കോപ്പറിനെ കുറിച്ച് പറഞ്ഞത്. കോപ്പർ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ഇൻഹിബിറ്റേഴ്സ് ഓഫ് എൻസൈം ആണ്. കോപ്പർ സബ് അസറ്റേറ്റ് മാത്രം ഓർക്കുക, വേർഡിഗ്രീസ് എന്ന് പറയും. വൊമിറ്റ് ചെയ്ത് ബ്ലൂ ഗ്രീൻ കളർ ആണെങ്കിൽ അത് കോപ്പർ ആണ്. പിന്നെ സ്റ്റൊമക് വാഷ് വിത്ത് പൊട്ടാഷ്യം ഫെറോസയനൈഡ്. ക്രോണിക് പോയിസണിങ് വിൽസൺ ഡിസീസ് ആണ്. അത് ട്രൈ ആന്റീൻ വെച്ച് ആന്റിഡോട്ട് ചെയ്യുന്നു. ടിഷ്യൂസിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ അതിന്റെ പറഞ്ഞ പേര് ചാൽക്കോസിസ് ആണ്. ക്രോണിക് ഇൻഹലേഷൻ എന്ന് പറയുന്നത് വൈൻഹാർഡ് സ്പ്രേയേഴ്സ് ലങ് ഡിസീസ് ആണ്. മറ്റൊരു മെറ്റലാണ് താലിയം. നമ്മൾ പറഞ്ഞില്ലേ ഏറ്റവും അധികം ഹോമിസൈഡ് പോയിസൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഐഡിയൽ ഹോമിസൈഡ് പോയിസൺ ആണ് പറഞ്ഞില്ലേ. ഈ താലിയത്തിനും ആർസനിക്കിനുമാണ് മീസ്ലൈൻ എന്നത്. അത്രയും ഓർക്കുക. റിക്കവറിക്ക് ശേഷം ഗില്ലൻ ബാരി പോളിനൈറ്റിസും ഒക്കെ ഉണ്ടാവും. ഡെത്ത് അപ്പിയേഴ്സ് നാച്ചുറൽ ആയിട്ട് തോന്നും. ട്രയാഡ് ഓഫ് അലോപേഷ്യ, സ്കിൻ റാഷ്, പെയിൻഫുൾ പെരിഫറൽ ന്യൂറോപ്പതി. താലിയം മെറ്റാലിക്ക് നമ്മുടെ ബോർക്കിൽ പഠിച്ചിട്ടുണ്ട്. കുറെ ന്യൂറോളജിക്കൽ സിംറ്റംസ് ഉള്ള സാധനമാണ്. അപ്പൊ നാച്ചുറൽ ആയിട്ട് മരിച്ചു എന്ന് തോന്നും. താലിയത്തിനും ആർസിനുമാണ് മീസ്ലൈൻ കാണുന്നത്. സോ ദാറ്റ് ഇസ് അബൌട്ട്. അടുത്ത മെറ്റൽ ആണ് കേട്ടോ. അടുത്ത അലുമിനിയം ഫോസ്ഫൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അലുമിനിയം ഫോസ്ഫൈഡിനും ഫോസ്ഫറസിനാണ് ഗാർലിക് ഓർഡർ ബ്രത്തിനുള്ളത്. ഇതിനെ അലുമിനിയം ഫോസ്ഫൈഡ് വിളിക്കുന്ന മറ്റൊരു പേരാണ് സെൽഫോസ് എന്ന് പറയുന്നത്. സെൽഫോസ് പ്രത്യേകത ഇൻഹിബിറ്റ് സൈറ്റോക്രോം ഓക്സിഡേസ്. ഫ്യൂമിഗൻ പെസ്റ്റിസൈഡ്, റോഡനിസൈഡ് നമ്മുടെ കോമൺ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത് അല്ലെ, റാറ്റ് പോയ്സൺ ഉപയോഗിക്കുന്നു. യൂസ്ഡ് ഫോർ ഗ്രെയിൻ പ്രിസർവേറ്റീവ്, ഹാസ് ഗാർലിക് ഓർഡർ. ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ റെസ്പിറേറ്ററി ചെയിൻ എൻസൈം ആൻഡ് ഹാസ് സൈറ്റോടോക്സിക് ആക്ഷൻ. ഈ ഗാർലിക് ഓർഡർ ഉള്ള മറ്റൊരാള് സിങ്ക് ഫോസ്ഫൈഡ് ആണ്. സോറി, ഫിഷി ഓർഡർ ഉള്ളതാണ് സിങ്ക് ഫോസ്ഫൈഡ്. ഇനി അടുത്തത് മെർക്കുറി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒത്തിരി എമ്മുകളൊക്കെ ഉള്ള ഒത്തിരി പോയിന്റുള്ള സാധനമാണ് മെർക്കുറിയും ആർസും. സോ മെർക്കുറി നമ്മൾ പഠിക്കുന്നതിൽ മെർക്കുറിക് ഓക്സൈഡ് ഉണ്ട്, മെർക്കുറിക് സൾഫർ ഉണ്ട്, മെർക്കുറിക് ക്ലോർ ഉണ്ട്.
പിന്നെ മെർക്ക് ഓക്സൈഡ് ഉണ്ട്, മെർക്ക് അയഡൈഡ് ഉണ്ട്, മെർക്ക് സൈനൈറ്റ്, മെർക്ക് സൾഫൈഡ് ഒക്കെ ഉണ്ട്. മെർക്ക് സൾഫൈഡിന് വെർമിലിയോൺ എന്ന് പറയുന്നത്. ഇതിന്റെ സിംറ്റംസ് ഇപ്പൊ നമ്മൾ ഓർഗനോഫോസ്ഫറസില് സിംറ്റംസ് എന്ന് പറയുന്നത് ദാറ്റ് റിസംബിൾസ് ആസ്ഫിക്സിയ അല്ലെങ്കിൽ ആസ്മ എന്ന് പറയും അല്ലെ. ഇതിനകത്ത് പറയുന്നത് മെർക്കുറിക്കുള്ള സിംറ്റംസ് ഒന്ന് കവാസാക്കി ഡിസീസ് പോലെ തോന്നും, അതല്ല ഇമ്പോർട്ടൻറ്റ്. വേറൊന്നാണ് സിംറ്റംസ് സിമിലർ ടു കോളൈറ്റിസ്. ഓക്കെ, കോളൈറ്റിസ് ആണെന്ന് നമുക്ക് തോന്നും. ഓക്കെ, ഗാനുവസ് കോളൈറ്റിസ്. ഇനി ഇതിന് കുറെ പേരുകളുണ്ട് കേട്ടോ. മെർക്കുറിക് എരിത്തിസം, ഹാറ്റേഴ്സ് ഷേക്ക്, മെർക്കുറിയ ലെന്റിസ്, പിങ്ക് ഡിസീസ്. ഇറ്റ് ഗോട്ട് എ ട്രയാഡ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഏതിനാണ് ഈ ട്രയാഡ് ഉള്ളത്? ജിഞ്ചിവൈറ്റിസും ന്യൂറോ സൈക്കാട്രിക് ഡിസോർഡേഴ്സും ജിഞ്ചിവൈറ്റിസും ന്യൂറോ സൈക്കട്രിക് ഡിസീസും ട്രമറുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് പണ്ട് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. സോ പ്ലീസ് ടു റിമെമ്പർ എ ട്രയാഡ് ഓഫ് ദീസ് ഓൾ ത്രീ കണ്ടീഷൻസ് എന്ന് പറയുന്നത് കാണുന്നത് മെർക്കുറിയിലാണ്. ഓക്കെ, മെർക്കുറി ബാക്കി എന്താണ് ഡിഫൈൻ ചെയ്ത് പറയാം. ഓക്കെ, സോ ഐ റിപ്പീറ്റ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മെർക്കുറി ഓർ ക്യുക്ക് സിൽവർ എന്ന് പറയുന്ന സാധനമാണ്. അപ്പൊ അതിനകത്ത് ഉണ്ടാകുന്ന ഒരു സിംറ്റംസ് സിമിലർ ടു പിന്നെ കോളൈറ്റിസ് ആണ്. ഓക്കെ, ഇനി ആക്ട്സ് ബൈ ഇൻഹിബിഷൻ ഓഫ് സൈറ്റോക്രോം ഓക്സിഡൈസ്. ഇതിന്റെ ആന്റിഡോട്ട് എന്ന് പറയുന്നത് സോഡിയം ഫോർമാൽഡിഹൈഡ് വിത്ത് സോഡിയം ബൈകാർബണേറ്റ്. ഫോർമാൽഡിഹൈഡും ബൈകാർബണേറ്റും ഉപയോഗിച്ചാണ് മെർക്കുറി ആന്റിഡോട്ട് ചെയ്യുന്നത്. പിന്നെ ഓക്കെ, ഇനി ആന്റിഡോട്ട് ചെയ്യുന്ന ഫോർമാൽഡിഹൈഡ് വിത്ത് സോഡിയം ബൈകാർബണേറ്റ്. മെർക്കുറിയുടെ നിർത്തലാക്കാൻ ഒരാൾക്ക് കഴിയുന്നത് ബാൽ. ബാൽ ഇസ് ദ ഡ്രഗ് ഫോർ മെർക്കുറി. അപ്പൊ മെർക്കുറിക്ക് ബാൽ, ബട്ട് കാൽഷ്യം EDTA കോൺട്രാഇൻഡിക്കേറ്റഡ്. വിച്ച് among them is contraindicated? മെർക്കുറിക്ക് ചോദിച്ചാൽ മെർക്കുറിക്ക് EDTA-യുമായി യാതൊരു ബന്ധവുമില്ല, ബാൽ ആണ് ട്രീറ്റ്മെന്റ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നും ഡിഫൈൻ ചെയ്ത് പറയുകയാണെ. മെർക്കുറിയെ കുറിച്ച് പറയുമ്പോൾ മെർക്കുറിയുടെ അക്യൂട്ട് പോയിസണിങ് കൊളൈറ്റിസ്, ഞാൻ പറയുന്നത് ഡിഫ്തിരിറ്റിക് കൊളൈറ്റിസുമായി റിസംബിൾ ആണ്. ഓർഗനോഫോസ്ഫറസ് കോമ്പൗണ്ട്സ് നമ്മുടെ ആസ്തമയായിട്ട് റിസംബിൾ ആണ് പറഞ്ഞു അല്ലെ. ഇനി ഇതിനകത്ത് പറയുന്നത് ഇറ്റ് റിസംബിൾസ് ഡിഫ്തിരിറ്റിക് കൊളൈറ്റിസ്. ടങ് ഒരു തരം ഗ്രേഷ് വൈറ്റ് ആയിട്ട് കാണാം അല്ലെ. ഫേറ്റൽ ഡോസ് 1 to 2 gram ആണ്. ക്രോണിക് പോയിസണിന് പറയുന്ന പേര്. സോ നമ്മൾ മെർക്കുറി ഫുൾ കോൺസെൻട്രേഷൻ ദയവായി ഇരിക്കണമല്ലോ. ആഫ്റ്റർനൂൺ ആണ്, ഉറക്കം വരുമെന്ന് എനിക്ക് അറിയാം. പക്ഷെ എങ്കിലും മെർക്കുറി നമ്മൾ വെള്ളത്തിൽ ഇട്ടിച്ചു. ഓക്കെ, സോ ഹൈഡ്രാഗൈഡ്സ്. ഓക്കെ, മെർക്കുറി കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടായി. ദാറ്റ് ഈസ് ഡിഫ്തിരിറ്റിക് കൊളൈറ്റിസ്. വയറിളക്കം എന്ന് പറയുമ്പോൾ കോളറ എന്ന് വിചാരിക്കുന്നത് ഡിഫ്തിരിറ്റിക് കൊളൈറ്റിസ്. പിന്നെ ട്രെമർ, ഈ മെർക്കുറി കൊണ്ടുള്ള ട്രെമർ ഉണ്ട്. അതിന്റെ പറയുന്ന ഒരു പേരാണ് ഡാൻബറി ട്രെമർ എന്ന് പറയും. ഫസ്റ്റ് ഇൻ ഹാൻഡ്, ദെൻ ലിപ്സ്, ടങ്, ലാസ്റ്റ് ആണ് കൈകാലിലേക്ക് പോകുക. ആദ്യം നമ്മുടെ കൈ ലൈക്ക് ആ ഹാൻഡിലോട്ട് വരും, പിന്നെ അത് ലിപ്സിലോട്ട് വരും, പിന്നെ അത് ടങ്ങിലോട്ട് വരും. അതിനാണ് ഡാൻബറി ട്രെമർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കുന്ന അവിടെ ഉണ്ടല്ലോ, അവർക്ക് വരുന്ന ഡിസീസ് ആണ് ഹാറ്റേഴ്സ് ഷേക്ക്. അതുപോലെ ഹാർട്ട് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് വരുന്നതാണ് ഹാറ്റേഴ്സ് ഷേക്ക്, ഗ്ലാസ് ബ്ലോവേഴ്സ് ഷേക്ക്. മോസ്റ്റ് സിവിയർ ഫോം പേഷ്യന്റ് അൺഎബിൾ ടു ഡ്രസ് ഹിംസെൽഫ്. അപ്പം ഇങ്ങനെ ചോദിക്കാണ്, പേഷ്യന്റ് ഇസ് അൺഎബിൾ ടു ഡ്രസ് ഹിംസെൽഫ് ഇൻ വിച്ച് കണ്ടീഷൻ? അതാണ് കൺഗസോ മെർക്കുറിയാലിസ് എന്ന് പറയും. സോ ഐ റിപ്പീറ്റ്, ഇതിനകത്ത് മെർക്കുറിക്കകത്ത് ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം ഡിഫ്തിരിറ്റിക് കൊളൈറ്റിസ്. മെർക്കുറിക്ക് ഡിഫ്തീരിയ വന്നു. ഓക്കെ, മെർക്കുറി നമ്മൾ ഡിഫ്തീരിയ കൊടുക്കുന്ന മെഡിസിനുകളിൽ ഒന്നായി കൂട്ടാവുന്നതാണ് അല്ലയോ. അപ്പൊ മെർക്കുറിക്ക് ഡിഫ്തിരിറ്റിക് കൊളൈറ്റിസ്. മെർക്കുറി നമ്മൾ വെള്ളത്തിൽ ഒടിച്ചു, ദാറ്റ് ഈസ് ഹൈഡ്രാഗൈഡിസം. പിന്നെ രണ്ട് തരം, പിന്നെ ഒരു ട്രെമർ വരുന്നുണ്ട്, വേറൊരു ട്രെമർ കൂടെ വരുന്നുണ്ട്. ഇവ ഒരു ട്രെമറാണ് ഡാൻബറി ട്രെമർ എന്ന് പറയുന്നത്. പിന്നെ ഷേക്ക്, 2 പ്രാവശ്യം ഷേക്ക് ഉണ്ട്, ഹാറ്റേഴ്സ് ഷേക്കും അതുപോലെ ഗ്ലാസ് ബ്ലോവേഴ്സ് ഷേക്കും. പിന്നെ കൺകസോ മെർക്കുറിയാലിസ്. അടുത്തതാണ് മെർക്കൂറിയൽ എരിത്തിസം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഓർത്തിരിക്കും മെർക്കൂറിയൽ മെർക്കുറി ഡിപ്രഷൻ, ഷൈനസ്, ടിമിഡിറ്റി, ഡിപ്രഷൻ, ഡെലൂഷൻ, ഹാലൂസിനേഷൻ ഒക്കെ കാണിക്കും. മറ്റൊന്നാണ് മെർക്കുറിയ ലെന്റിസ് എന്ന് പറഞ്ഞാൽ ഈ ബ്രൗൺ ഡിപ്പോസിറ്റിന്റെ, മെർക്കുറിയുടെ ഒരു ബ്രൗൺ ഡിപ്പോസിറ്റ് കോർഡിയൽ കാണുന്നതാണ് മെർക്കുറിയ ലെന്റിസ്. പിന്നെ ക്രോണിക് മെർക്കുറി എക്സ്പോഷർ കൊണ്ട് ചില്ലുകളിൽ വരുന്ന ഒരു ഇഡിയോപതിക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ട്, അക്രോഡൈനിയ. അതുകൊണ്ട് പിങ്ക് ഡിസീസ് എന്ന് പറയും. പിങ്ക് ഡിസീസ് ചോദിക്കാറുള്ളതാണ്, പിങ്ക് ഫോർ മെർക്കുറി, MB.
MB എന്ന് പറയുമ്പോൾ മെർക്കുറി ഫോർ പിങ്ക് ഡിസീസ്. ഓക്കെ, മറ്റൊന്നാണ് നമുക്ക് വളരെ അറിയാം, കാലങ്ങളായിട്ട് അറിയാം, ഫിഷ് പോയ്സണിങ്ങിലൊക്കെ വന്നതാണ് മീനമാറ്റ ഡിസീസ് എന്ന് പറയുന്നത്. മെർക്കുറി ഫോർ മീനമാറ്റ ഡിസീസ്. ഷേക്കിംഗ് പാൾസി മെർക്കുറി പോയ്സൺ ആണ്. അതുപോലെ പിന്നെ ട്യൂബുലാർ നെക്രോസിസ് വരുന്നു, വാസ്കുലർ ട്യൂബുലാർ നെക്രോസിസ് വരുന്നു. കാരണം ഡാമേജ് ടു ദ PCT ഓഫ് റിനൽ ട്യൂബ്യൂൾസ് ആണ്. ബാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് EDTA കോൺട്രാക്ട്. സോ മെർക്കുറി മാത്രം പറയുകയാണെങ്കിൽ ഈ ടേംസ് മാത്രം ഞാൻ പറഞ്ഞു പോവാണ്. ഡിഫ്തിരിറ്റിക് കൊളൈറ്റിസ് എന്ന കാര്യം ഓർക്കണം, ഡാൻബറി ട്രെമർ, ഹാക്ടേഴ്സ് ഷേക്ക്, പിന്നെ അതുപോലെ ഗ്ലാസ് ബ്ലോ ഷേക്ക്, കൺഗസോ മെർക്കുറാലിസ്, പിങ്ക് ഡിസീസ്, മീനമാറ്റ ഡിസീസ്, പിന്നെ മെർക്കുറിയൽ എറിത്തിസം, EDTA കോൺട്രാക്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ആർസനിക്. ആർസനിക് ഇതുപോലെ കുറെ സാധനങ്ങളുണ്ട്, അതുകൊണ്ട് ആർസനിക്ക് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ വേറൊരു പ്രത്യേകത, ഇനി നമ്മൾ പഠിക്കവേ മനസ്സിലാവും, കുറെ എമ്മുകൾ ഉണ്ടാവും, ഒരെമ്മ മറ്റെമ്മുമായി മാറിപ്പോകുന്നത്. എമ്മിൽ തുടങ്ങുന്ന വേർഡുകൾ ഉണ്ടാവും, അത് മിക്കവാറും നമുക്ക് ഈ പിന്നെ കമ്പൈൻഡ് ആയിട്ട് ചോദിച്ചേക്കാം, കമ്പാരിസൺ പോലെ, അതും മറക്കു പോകരുത്. ആർസനിക്കില് ആർസനിക് ട്രയോക്സൈഡ് ഉണ്ട്, ആർസനിക് ഓക്സൈഡ് ഉണ്ട്. ഏറ്റവും പോപ്പുലർ ആയിട്ട് ഹോമിസൈഡൽ പോയ്സൺ ആണ്. അത് കുറെ സ്ഥലത്ത് അറിയപ്പെടുന്ന ഒരു ഹോമിസൈഡ്. പോപ്പുലറും കോമൺലി യൂസ്ഡും ഐഡിയലും എല്ലാം തമ്മിൽ മാറിപ്പോവല്ലേ. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ നമ്മൾ പറഞ്ഞു താലിയത്തിനകത്ത് മീസ് ലൈൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, അതുപോലൊരു സാധനമാണ് ആർസനിക്കകത്ത് മീസ് ലൈൻ. ഈ മീസ് ലൈൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ നെയില് ആർസനിക് പോയ്സണിങ്ങിനകത്ത് സൂക്ഷിച്ചു വെക്കണമെന്ന് പറയാനുള്ള കാരണം. മനസ്സിലായോ? സോ മീസ് ലൈൻ ട്രാൻസ്ഫോഴ്സ് ആയിട്ടുള്ള നെയിൽ ലൈൻസ് ആണ്. അടുത്തതാണ് ഗോൾഡൻ ഹെയർ. ഇപ്പൊ ആർസനിക് പോയ്സൺ കഴിച്ച ഒരാള് ശരിക്കും ഒരു പിന്നെ ഒരു തരം ബ്ലോണ്ട് പോലെ ആവും അല്ലെ, നല്ല ചുവന്ന ലൈക്ക് ഗോൾഡൻ ഹെയർ ഒക്കെ ആയി, നഖത്തിനകത്ത് മീസ് ലൈൻസ് ഒക്കെ വന്നു. ഓക്കെ, ഇനി അതിനുള്ള ഒരു ടെസ്റ്റ് ആണ് മാർഷ് ആൻഡ് റെനിഷ് ടെസ്റ്റ് എന്ന് പറയും. പോസിറ്റീവ് നോക്കിയ ആ സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞില്ല, കുറെ എമ്മുകൾ വരുന്നത്. ഒന്ന് ആർസനിക് വന്നൊരു എം മീസ് ലൈൻ ആണ്. രണ്ടാമത് മാർഷ് ആൻഡ് റെനിഷ്, അതിനകത്ത് തന്നെ ആ എം അങ്ങ് മാറ്റിയ യു കെൻ സി ആർസ്. മാർഷ് ആൻഡ് റെനിഷ് ടെസ്റ്റ്. പിന്നെ ഓർഗാന ഫോസ്ഫറസിൽ നമ്മൾ എന്താ പറഞ്ഞു, ദാറ്റ് ഈസ് ആസ്ഫിക്സിയ, ആസ്മ പോലത്തെ സിംറ്റംസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. നമ്മൾ മെർക്കുറിക്കകത്ത് പറഞ്ഞു ഡിഫ്തിരിറ്റിക് കൊളൈറ്റിസ് ആണെന്ന്. ഇനി ആർസനിക്കകത്ത് കോളറയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഡയറിയ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് മെഡിസിൻ എന്നാണല്ലോ ആർസനിക്കം അല്ലേ. അതുപോലെ ഫേറ്റൽ ഡോസ് എന്ന് പറയുന്നത് 0.1 to 0.2 gram ആണ്, or 100 to 200 gram. കോപ്പർ, ഇനി കുറച്ച് കോമ്പൗണ്ട്സ് ഉണ്ട്. കോപ്പർ ആർസനിക് ഷീൽസ് ഗ്രീൻ എന്ന് പറയുന്നു. ആർസനിക് ട്രൈക്ലോറൈഡിന്റെ ബട്ടർ ഓഫ് ആർസ് എന്ന് പറയുന്നു. ഓക്കെ, ഒരു പോപ്പുലർ ആയിട്ടുള്ള ഹോമിസൈഡ് ആണ്. സോ ആർസനിക് ഇനിയുണ്ട് പോയിന്റ്സ്. ഇത് ഫസ്റ്റ് സ്ലൈഡ് ആണ് ആർസനിക്കിനെ കുറിച്ചുള്ള. മീസ് ലൈൻ ഓർക്കുക, മാർഷ് ആൻഡ് റെനിഷ് ടെസ്റ്റ് ഓർക്കുക, ഗോൾഡൻ ഹെയർ ഓർക്കുക, ആൻഡ് കോളറ. അടുത്തത് ഈ ഫൾമിനൻ ടൈപ്പിനകത്ത് ഓക്കെ, ഫൾമിനൻ ടൈപ്പില് ഡെത്ത് ഒക്കേഴ്സ് വിത്തിൻ 1 to 3 hours. ഓക്കെ, ഗ്യാസ്ട്രോഎൻട്രിക് ടൈപ്പ് കോളറയുണ്ട്. നാർക്കോട്ടിക് ഫോം ഉണ്ട്, അത് ഡെലീരിയം, കോമ, ഡെത്ത് ഒക്കെ ഉണ്ടാക്കുന്നു. സെൻസറി മോട്ടോർ ന്യൂറോപ്പതിക് സിംറ്റംസ്, നമ്മൾ താലിയം പോയ്സൺ എന്ന് പറഞ്ഞിട്ടു അല്ലെ, ന്യൂറോപ്പതി എന്ന്. കാണുന്നില്ലേ? എനി പ്രോബ്ലം? ഓക്കെ, അക്യൂട്ട് പോയ്സണിംഗില് ഫുഡ് പോയ്സണിംഗ്, വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ അക്യൂട്ട് പോയ്സണിംഗ് ആണ്. അക്യൂട്ട് പോയ്സണിംഗിലാണെങ്കിൽ അതിൽ ഉണ്ടാകുന്ന സിംറ്റംസ് ആണ് റൈസ് വാട്ടർ ലൈക്ക് സ്റ്റൂൾസ്, അതുപോലെ ഡയേറിയ ഓഫ് കോളറ, ഗാർലിക് ഓർഡർ ആയിരിക്കും. ഇതിൽ ട്രീറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാൽ DMFC ഒക്കെ ഉണ്ട്, എങ്കിലും പെൻസിലാമീൻ ഒരു ട്രീറ്റ്മെന്റും, അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ ഡൈകലോസാമീൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ്, ഡിഫറാക്സാമീൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ്, അത് ഓർക്കണം. So DMSA, DMPA, penicillamine and BAL. Sorry, അത് അയണിന്റെ ആയിരുന്നു. ഓക്കെ, ഐ റിപ്പീറ്റ്, നമ്മൾ ഫുഡ് പോയ്സണിങ് വന്നതാണെന്ന് ചിന്തിക്കും ഇതിന്റെ കണ്ടീഷൻസ് വരുമ്പോൾ, അതാണ് ഇമ്പോർട്ടന്റ്. സോ മീസ് ലൈൻ, മാർഷ് റെനിഷ് ടെസ്റ്റ്,
കോളറയുടെ കാര്യം, പിന്നെ ഫൾമിനന്റ് ടൈപ്പ് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർക്കുക. ഇതിന്റെ പോസ്റ്റ്മോർട്ടം അപ്പിയറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർസ് റെഡ് വെൽവെറ്റി അപ്പിയറൻസ് ഓഫ് ദ സ്റ്റൊമക് മ്യൂക്കോസിയ ആണ്. ടിപ്പിക്കൽ PM അപ്പിയറൻസ് എന്ന് പറയുന്നത് സബ് എൻഡോകാർഡിയൽ പെറ്റക്കിൾ ഹെമറേജ് ഓഫ് വെൻട്രിക്കിൾ. വെൻട്രിക്കിളിനകത്ത് ഇങ്ങനെ പെറ്റക്കിൾ ഹെമറേജസ് കാണുന്നു. പിന്നെ സ്കിന്നില് റെയിൻ ഡ്രോപ്പ് ടൈപ്പ് ഓഫ് പിഗ്മെന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചു കണ്ടിട്ടുണ്ട്. അടുത്തത് ഫെയ്ഡിങ് മീസിൽസ് കാണും. പ്യൂട്രിഫാക്ഷൻ പൊതുവെ ഡിലേയിങ് ആയിരിക്കും. ബ്ലഡ് സാമ്പിൾ ഇസ് യൂസ്ഫുൾ ഓൺലി ഇൻ അക്യൂട്ട് പോയ്സണിങ്. ക്രോണിക് പോയ്സണിൽ സാധാരണ നമ്മൾ പറഞ്ഞല്ലോ ഹെയർ ആൻഡ് നെയിൽ സ്കിൻ സാമ്പിൾസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ആർസനിക് കോസസ് ബ്ലാക്ക് ഫുഡ് ഡിസീസ്. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ആർസനിക് ആണ്. ആർസനിക്കകത്ത് ഓർക്കേണ്ടത് 2 എമ്മുകൾ ഓർക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് മീസ് ലൈനിന്റെ കാര്യം, അതുപോലെ അതിന്റെ ഒപ്പം കൂടെ ഓർക്കേണ്ടതാണ് ഗോൾഡൻ ഹെയർ ഉണ്ടാവുന്ന കാര്യം, പിന്നെ മെർഷ് റെനിഷ് ടെസ്റ്റിന്റെ കാര്യം, അതുപോലെ ഫൾമിനന്റ് ടൈപ്പിങ്ങിനെ കുറച്ച് കാര്യമുണ്ട്, അതിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യം ഓർക്കുക. പിന്നെ കോളറ ലൈക്ക് സിംറ്റംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ആർസ് റെഡ്, ഓക്കെ, ആർ എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ റെഡ് വെൽവെറ്റി അപ്പിയറൻസ്. പിന്നെ കുറച്ച് ഡിസീസിന്റെ പേരുകൾ, ഓക്കെ. ഒന്ന് കോളറ, മറ്റൊന്ന് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ്, ബ്ലാക്ക് ഫുഡ് ഡിസീസ്, മീസിൽസ്. പിന്നെ നമ്മൾ ഈ നെയിൽസിന്റെ കാര്യം പറഞ്ഞപ്പോൾ റെയിൻ ഡ്രോപ്പ് പോലെ നമ്മളെ നെയിൽ പോളിഷ് ഇട്ടു എന്ന് വഴി ഓർക്കുക. സോ സ്കിന്നിലാണ് കേട്ടോ, എങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ ഓർക്കാം. റെയിൻ ഡ്രോപ്പ് ടൈപ്പ് ഓഫ് പിഗ്മെന്റേഷൻ ഓർ ഫെയ്ഡിങ് മീസിൽസ്, റെഡ് വെൽവെറ്റ്. ലേഡി വിത്ത് റെഡ് വെൽവെറ്റ് ആൻഡ് പിന്നെ ടെസ്റ്റ് ആർ മീസ് ആൻഡ് റെനിഷ് ടെസ്റ്റ്. അതുപോലെ അവർ ഉണ്ടാക്കുന്ന കാര്യം മീസ് ലൈന്, റെയിൻ ഡ്രോപ്പ്, ഗോൾഡൻ ഹെയർ, ഫെയ്ഡിങ് മീസിൽസ്. ഡിസീസസ് ലൈക്ക് 3 ഡിസീസിന്റെ പേര് നമ്മൾ പറഞ്ഞു. ഒന്ന് ബ്ലാക്ക് ഫുട്ട്, ഫെയ്ഡിങ് മീസിൽസ്, കോളറ. സോ എത്രയുമായ നമുക്ക് ഇത് പോകാം. ഓക്കെ, അടുത്തത് സയനൈഡ് പോയ്സണിങ് ആണ്. ഇപ്പൊ ഒത്തിരി സ്ഥലത്ത് കേൾക്കുന്നുണ്ട് അല്ലെ സയനൈഡ് പോയ്സണിങ്ങിന്റെ കഥ. ഒന്ന് സയനൈഡ് ഞാൻ പറഞ്ഞല്ലോ, അവര് കൊടുത്തത് ആൽമണ്ടിൽ പോയ്സൺ ചെയ്ത് കൊടുത്തു നോക്കാം. ബിറ്റർ ആൽമണ്ട് സ്മെല്ലാണുള്ളത്. ആക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ സൈറ്റോക്രോം ഓക്സിഡേസിനെ ഇൻഹിബിറ്റ് ചെയ്യുക. അങ്ങനെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിങ്ക് ഓർ ചെറി റെഡ് ഇൻ കളർ. വേറൊരാളും കൂടെ ചെറിയ റെഡ് ഇൻ കളർ ഉണ്ട്, നിങ്ങൾ ഓർക്കുന്നോ? കാർബൺ മോണോക്സൈഡ്. ഗുഡ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഈ സയനൈഡ് നമ്മൾ പോയ്സണിങ് ചെയ്ത ആളുടെ പേര് ജോളിയാണ്. പതുക്കെ അത് നമ്മൾ ജോളി മാറ്റി അതിനെ ലീ ആക്കാണ്. ലീ ജോൺസ് ടെസ്റ്റ് ആണ് സയനൈഡ് പോയ്സണിങ് ഡിറ്റക്ട് ചെയ്യുന്നത്. So I repeat, cyanide poisoning, first word, bitter almond. It inhibits cytochrome oxidase. It has pink or cherry red in color. പിന്നെ ലീ ജോൺസ് ടെസ്റ്റുകൾ. അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡൈക്കോബോൾട്ട് EDTA ഒക്കെയാണ്. പിന്നെ ട്രീറ്റ്മെന്റ് റിവേഴ്സ് സയനൈഡ് സൈറ്റോക്രോം കോമ്പിനേഷൻ ബൈ ഗിവിംഗ് നൈട്രൈറ്റ്സ് ഉണ്ട്. ഫേറ്റൽ ഡോസ് ഓഫ് പൊട്ടാസ്യം സയനൈഡ് ഇസ് 200 to 400 gram. അത് 200 to 400 gram ആണ്. മൗത്തിൽ കൊറോഷൻസ് ഉണ്ടാകും. മോസ്റ്റ് റാപ്പിഡ് കൊടുത്തു, ഞാൻ പറഞ്ഞു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിനുള്ളിൽ ആള് മരിച്ചു. സിംറ്റംസ് ദാറ്റ് റിസംബിൾ സെല്ലുലാർ ഹൈപ്പോക്സിയ. അത്ര ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും ഓർക്കാം. വെറും നമ്മുടെ പിന്നെ ആസ്ഫിക്സിയ ലൈക്ക് സിംറ്റംസ് ഓർഗൻ ഓഫ് ഫോസ്ഫറസ് ആണെങ്കിൽ സെല്ലുലാർ ഹൈപ്പോക്സിയ സയനൈഡിനാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ നമ്മുടെ മെട്രിയോമെഡിക്ക് തന്നെ HCl നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ആസ്ഫിക്സിയ ലൈക്ക് സിംറ്റംസ് ഉണ്ടാക്കുന്ന കാണാൻ പറ്റും. ഇനി അതുപോലെ മെർക്കുറിക്കകത്താണെങ്കിൽ ലിഫ്തൽറ്റിക് കൊളൈറ്റിസ് ആണ്. ആർസിനകത്താണെങ്കിൽ കോളറയാണ്. ഓക്കെ, സൂയിസൈഡൽ പിൽസ്, കാറ്റൽ പോയിസൺ ബൈ ലിംഫൈറ്റ്സ്, ഓർഗൻ പ്രിസർവ്ഡ് ബൈ ആഡിങ് ആൽക്കലൈൻ വിത്ത് ലിക്വിഡ് പാരഫിനിലാണ് ഓർഗൻസ് സൂക്ഷിക്കുന്നത്. ഫോർമാലിഹൈഡ് ഡിസ്ട്രോയ്സ് സയനൈഡ്. അപ്പൊ സയനൈഡിന് ഡിസ്ട്രോയ് ചെയ്യാൻ ഫോർമാലിഹൈഡ് ആണ് നോക്കുന്നത്. ഓക്കെ, സോ സയനൈഡിൽ ബിറ്റർ ആൽമണ്ട് എന്ന കാര്യം ഓർക്കുക, പിങ്ക് സ്റ്റെയിനിങ് ഓർക്കുക. പിന്നെ ഏറ്റവും റാപ്പിഡ് ആണെന്നും സൈറ്റോക്രോം ഓക്സിഡേസിന്റെ കാര്യം ഫോർമാലിഹൈഡ് ഡിസ്ട്രോയ് സയനൈഡ്. അടുത്തത് വെജിറ്റബിൾ ഇറിറ്റൻസ് ആണ്. വെജിറ്റബിൾ ഇറിറ്റൻസിന് ഞാൻ ചെയ്തു വെച്ച സ്ലൈഡിൽ ആൽക്കഹോൾ മിസ്സായിരുന്നു. ഞാൻ പോയിന്റ്സ് വായിക്കാം, ബാക്കി പോയിന്റ്സ് ഗ്രൂപ്പിൽ ഇടാൻ കേട്ടോ. ബൈ ചാൻസ് എന്റെ സ്ലൈഡ് എങ്ങനെയോ മിസ്സായി പോയതാണ്. അടുത്തതാണ് വെജിറ്റബിൾ ഇറിറ്റന്റ് പോയിസൺസ്. അതിൽ ഒന്നാമനാണ് റിസിനസ് കമ്മ്യൂണിസ് ഓഫ് കാസ്റ്റർ പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ആവണക്ക് അത് 6000 times പവർഫുൾ ദാൻ സയനൈഡ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് റിസിനസ് ആക്ട് ചെയ്യുന്നത് അറിയാമോ? ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ പ്രോട്ടീൻ സിന്തസിസിനെ മുടക്ക് പറയും. ആൻഡ് ദ സീഡ് കണ്ടെയ്ൻസ് സ്റ്റോക്സ് ആൽബുമിൻ വിച്ച് ഇൻഹിബിറ്റ്സ് RNA പോളിമറൈസ്. റിസിനസ് കമ്മ്യൂണിസ് RNA പോളിമറൈസ്. അത് എന്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു? പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യുന്നു. റിസിനസ് കമ്മ്യൂണിസ് RNA പോളിമറൈസ് ഇൻഹിബിറ്റ്സ് പ്രോട്ടീൻ സിന്തസിസ്. ക്രോട്ടൺ ടി എന്ന് പറയുന്ന സാധനം നമുക്ക്
പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി 4 തൊട്ട് 5 സീഡ്സ് കഴിച്ച ഫേറ്റൽ ഡോസ് ആണ്. ആംബ്രസ് പ്രിക്കട്ടോറിസ് എന്ന് പറയും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ആംബ്രസ് പ്രിക്കട്ടോറിസ് ആണ് വൈപ്പർ വെനം പോലെ തോന്നുന്നത്. ആംബ്രസ് വൈപ്പർ, 2 RR അല്ലെങ്കിൽ RR ഇടയിലുണ്ട്. സോ ആംബ്രസ് വൈപ്പർ. പിന്നെ സ്യൂയിസ് എന്ന് പറഞ്ഞൊരു സാധനം, SUIS, അതൊരു പോയിസൺ ആണ്. ഒപ്പിയോ, ദത്തൂറ, ഒണിയൻ, ആംബ്രസ്, ഇത് 4 കൂടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സ്യൂയിസ് എന്ന് പറയും. SUIS, ഒപ്പിയം, ദത്തൂറ, ഒണിയൻ ആൻഡ് ആംബ്രസ്. അതൊരു 1 തൊട്ട് 2 സീഡ്സ് വരെ മതി. ഇനി അനാകാർഡിയം സെമികാർപ്പസിന്റെ മറ്റൊരു പേരാണ് ബിൽവ. ഓക്കെ. ഇനി അടുത്തൊരാളുണ്ട് കെലോട്രോപ്പിസ്. ക്രിമിനൽ അബോർഷൻ ഓഫ് കാറ്റിൽ പോയിസൺ ഉപയോഗിക്കുന്നു. അതിന്റെ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ബ്ലൂസ് ഉണ്ടാക്കും. കെലോട്രോപ്പിസ് കൊണ്ട് ആർട്ടിഫിഷ്യൽ ബ്ലൂസ് ഉണ്ടാക്കും. ഇറ്റ് ഇസ് എ പോയിസൺ ടു കോബ്ര എന്നാണ് പറയുന്നത് കെലോട്രോപ്പിസ്. എർഗോട്ട് ക്ലാവിസെപ്സ് അർക്യൂറ എർഗോട്ടിസം ഉണ്ടാകുന്ന എഫക്റ്റ് അഡ്രീനർജിക് എഫക്റ്റ് ആണ്. സെമികാർപ്പസ് സെമികാർപ്പോ ബിൽവാനോട് ബ്ലൂസ് ലൈക്ക് ഉണ്ടാക്കുന്നു. ഓർ എ ടോക്സാൽബുമിൻ ഓർ ഫൈറ്റോക്സിൻ ബാക്ടീരിയൽ ടോക്സിൻ ആണ്. എന്താ ചെയ്യുന്നത്? നമ്മൾ ടോക്സാൽബുമിൻ എന്ന് പറഞ്ഞില്ലേ ബിസിനസ്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയൽ ടോക്സിൻ ആണ്, അഗ്ലൂട്ടിനേഷൻ ഓഫ് RBC ഉണ്ടാക്കുന്നു. ഓക്കെ. പിന്നെ ടോക്സാൽബുമിൻ സ്നേക്ക് ആൻഡ് സ്കോർപ്പിയനിലും കാണും. ഓക്കെ. ഐ റിപ്പീറ്റ്, കുറച്ച് വെജിറ്റബിൾ പോയിസൺസിന്റെ പേര് പറഞ്ഞതാണ്. അതുപോലെ നമ്മുടെ ലെതൈറസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ന്യൂറോപ്പത്തിക് സിംറ്റംസ് ആണ് ലെതൈറസും ഉണ്ടാക്കുന്നത്. അത് ഞാൻ ലാസ്റ്റ് പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ റിസിനസ് കമ്മ്യൂണിസ് എന്ന് പറയുന്നത് പിന്നെ പ്രോട്ടീൻ സിന്തസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ക്രോട്ടൻഡിക്ക് 4 തൊട്ട് 5 സീഡ്സ് വേണം. ആംബ്രസ് എന്ന് പറയുന്നത് വൈപ്പർ ആണ്. ഓക്കെ. അനാകാർഡിയം സെമികാർപ്പസ് ബിൽവേ. പിന്നെ കെലോട്രോപ്പിസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ബ്രൂവിസ് ആണ്. പിന്നെ സെമികാർപ്പൽ വിനൽ ബ്രൂസ് ലൈക്ക് ഉണ്ടാക്കും. ടോക്സാൽബുമിൻ ഉള്ളതാണ് സ്നേക്കും സ്കോർപ്പിയനും. ഇനി അടുത്ത സ്നേക്കുകളാണ്. പോയിസണസ് സ്നേക്കുകൾ 3 തരത്തിലായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് എലാപ്പിഡെ ഗ്രൂപ്പ്, രണ്ടാമത് വൈപ്പറുടെ, മൂന്നാമത് നമ്മുടെ മസിൽസിനായിരുന്നു സീ സ്നേക്സ് എന്ന് പറയും. ഓക്കെ. എലാപ്പിഡെ, വൈപ്പറുടെ, ഹൈഡ്രോഫിഡെ. ഇതിന് 3ലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു പോയിന്റ് ഉണ്ട്. അതായത് ഈ എലാപ്പിഡെ ഓർ ന്യൂറോടോക്സിൻസ് യൂറിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് ആൽബുമിൻ യൂറിയ ആയിരിക്കും. അധികം ക്രേറ്റിലാണ് അത് പറയുന്നത്, ആൽബുമിൻ യൂറിയ ആണ്. ഇനി വൈപ്പറുടെ ഓർ ഹീമോടോക്സിൻസ് പറയുന്നത് ഹെമച്യൂറിയ. ഓക്കെ. ഹൈഡ്രോഫിഡെ യൂറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്നേക്സിന്റെ മയോഗ്ലോബിൻ യൂറിയ ആണ് വരുന്നത്. സോ 2ഉം 3ഉം ഓർക്കാം. ഒന്നാമത് നമുക്ക് പാട് ആൽബുമിൻ യൂറിയ എന്ന് പറയുന്നത് ഈ എലാപ്പിഡെ ഗ്രൂപ്പിലാണ്. എലാപ്പിഡെ ഗ്രൂപ്പിൽ ഓർ ന്യൂറോടോക്സിൻസിൽ കോബ്രയാണ് പ്രശ്നക്കാരൻ. മറ്റൊന്ന് ക്രേറ്റ് ആണ്. അതിലുള്ള സാധനങ്ങൾ ന്യൂറോടോക്സിൻ, പോളിനെസ്ട്രീസ് ആൻഡ് ഫോസ്ഫാരനേറ്റ്. അപ്പൊ കോബ്രയും ക്രേറ്റും ന്യൂറോടോക്സിൻ ആണ്. KCN. ഓക്കെ. കോബ്രയും ക്രേറ്റും ന്യൂറോടോക്സിൻ ആണ്. പിന്നെ വൈപ്പറുടെ എന്ന് പറയുന്നത് ഹെമറ്റോടോക്സിൻ ആണ്. വൈപ്പേഴ്സ് എല്ലാം ഹെമറ്റോടോക്സിൻ ആണ്. വൈപ്പേഴ്സ്, ഹെമറ്റോ, HV ഓർ HIV എങ്ങനെയുണ്ടെങ്കിലും നോക്കാം. ഹൈഡ്രോഫിഡെ അല്ലെങ്കിൽ സീ സ്നേക്സ് ആണ് മയോടോക്സിൻ. ഏറ്റവും പോയിസണസ് മയോടോക്സിൻ തന്നെ ഉണ്ടാക്കുന്ന സീ സ്നേക്സ് ആണ് കേട്ടോ. പോയിസൺ ബൈ സ്നേക്സിനെ നമ്മൾ ഒഫിടോക്സിമി എന്ന് പറയും. മോസ്റ്റ് കോമൺ സിംറ്റംസ് എന്താണ്? മോസ്റ്റ് കോമൺ, പാമ്പിനെ കാണുമ്പോൾ നമുക്ക് പേടി വരും അല്ലെ? ഫ്രൈറ്റ് ആൻഡ് ഷോക്ക്. ഹയൽയൂറിഡേറ്റ്സ് ആണ് എല്ലാ വിനത്തിലും കാണുന്നത്. RIA ആണ് മോസ്റ്റ് സെൻസിറ്റീവ് ആൻഡ് സ്പെസിഫിക്. EIA ഓൾസോ സി. എന്റെ ഫുൾ ഫോം ആക്ച്വലി ഞാൻ ഓർക്കുന്നില്ല. RIA എന്ന് പറയുന്നതാണ് ഏറ്റവും സെൻസിറ്റീവ് ആൻഡ് സ്പെസിഫിക് ടെസ്റ്റ്. സോ എലാപ്പിഡെ ന്യൂറോടോക്സിക്, KCN ഓർക്കുക. പിന്നെ HIV അല്ലെങ്കിൽ HV ഓർക്കുക. ഹൈഡ്രോഫിഡെ ഓർക്കുക. പിന്നെ ഇതെന്ന് പറയുന്നത് അവർ പോയിസൺ നോൺ പോയിസൺ സ്നേക്ക് തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ വേണ്ടിയാണ്. ഇമ്പോർട്ടന്റ് അല്ല. എനിവേ പോയിസൺ സ്നേക്സിന്റെ ബെല്ലി സ്കെയിൽസ് ലാർജ് ആണ്. പിന്നെ പോയിസൺ സ്നേക്സിന്റെ ഹെഡ് സ്കെയിൽ സാധാരണ സ്മോൾ ആണ്. എക്സെപ്റ്റ് വൈപ്പർ, കോബ്ര ആൻഡ് ക്രേറ്റ്. ഫാൻസ് ഹോളോ ആണ്. നമ്മൾ കടിച്ചെടുത്ത് 2 കുത്ത് കാണും. ഓക്കെ. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പോളിവാലന്റ് ആന്റി സ്നേക് വെനം തന്നെയാണ്. ASP, ഹാസ്കിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, CRI, കെസൌലി അഗേൻസ്റ്റ് വെനം ഓഫ് കോബ്ര, ക്രേറ്റ്, റസൽസ്, വൈപ്പർ ഒക്കെ ഉണ്ട്. ഇനി അടുത്തത് സൊമിനിഫറസ് പോയിസൺസ് ആണ്. സൊമിനിഫറസ് പോയിസൺസിൽ നമ്മൾ നേരത്തെ സ്റ്റൂപ്പിഫൈഡ് പറഞ്ഞു, നമുക്ക് ഒരു കിളി പോയ പോലെ. ഇപ്പൊ സൊമിനിഫറസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ, അത് ആക്ച്വലി സൊമിനിഫറസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇൻക്ലൂഡ്സ് നാർക്കോട്ടിക്സ് ആൻഡ് അനാൽജസിക്സ് ലൈക്ക് ഒപ്പിയം. കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ക്യാൻസർ പോലുള്ള അല്ലെങ്കിൽ വളരെ പെയിൻഫുൾ ആയ കണ്ടീഷൻസിന് മാത്രം കൊടുക്കുന്ന മെഡിസിൻ ആണ് മോർഫിൻ. അത് ആളുകൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാം. സോ മോർഫിൻ,
Oh, thank you, doctor. Thank you, doctor. Thank you. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ RI എന്ന് പറഞ്ഞാൽ റേഡിയോ ഇമ്മ്യൂണാസിയ. Okay, thank you. Now, somniferous poisons includes narcotic and analgesics like opium or papaver somniferum. അതിൽ alkaloids ഉണ്ട്, phenanthrene ഉണ്ട്, that is morphine, codeine, thebine, isoquinone, narcotin and papaverin. ഇത് inhibits all centers, എല്ലാ സെന്റേഴ്സുകളെയും ഈ somniferous എന്ന് പറഞ്ഞാൽ ഓർക്കും. Okay, except that of vomiting, sweating and oculomotor. അതിൽ stage 1 ആണ് excitement, stage 2 stupor and stage 3 is narcotics. And perspiration കൂട്ടും കേട്ടോ, നമ്മൾ സ്വെറ്റിംഗ് എല്ലാം കൂട്ടുക ചെയ്യാം. ട്രീറ്റ്മെന്റ് പറഞ്ഞ ഗ്യാസ്ട്രിക് ലാവേജ് വിത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. നമ്മൾ ഫോസ്ഫറസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിലും പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് സാധനമാണ് നലോക്സിൻ ഹൈഡ്രോക്ലോറൈഡ്. സോ സൊമിനിഫറസ് ആയിട്ടുള്ള ഒപ്പിയം പോലുള്ള മെഡിസിൻസിൽ നമ്മൾ കൊടുക്കുന്ന സാധനമാണ് നലോക്സിൻ ഹൈഡ്രോക്ലോറൈഡ്. ഇതിലെ ഇമ്പോർട്ടന്റ് നമ്മൾ ഒപ്പോ പഠിച്ചില്ലയോ, ഓർഗനോഫോസ്ഫറസ് കോമ്പൗണ്ടിന്റെയും ഫിനോളിന്റെയും കൂടെ മൂന്നാമത്തെ ആളാണ് ഒപ്പിയം. പിൻ പോയിന്റ് പ്യൂപ്പിൾ കാണുന്നത്. ഇതിന്റെ ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, മർക്വിസ് ടെസ്റ്റ്. ഓക്കെ, ഒരു റിലീജിയസ് ഫീലിംഗ് വെറുതെ മർക്കസിൽ പോകുമ്പോൾ ഒപ്പിയൊന്നും കഴിക്കരുത്. ഓക്കെ, മർക്കസിൽ പോകുമ്പോൾ ഒപ്പിയം കഴിക്കരുത്. മാർഷ് റെനിസ് ടെസ്റ്റ് M തന്നെയാണ്, പക്ഷെ അത് ആർട്സിലാണ്. പിന്നെ മീസ് ലൈനും ആർട്സിലാണ് കാണുന്നത്. ഓക്കെ, മർക്കസിൽ പോകുമ്പോൾ ഒപ്പിയം കഴിക്കരുത്. ഓക്കെ, അടുത്തത് ഡെലീരിയം പോയിസൺ. ദത്തൂറയാണ് ഡെലീരിയം പോയിസൺ ഓർ റോഡൻ പോയിസൺ എന്ന് പറയുന്നത്. ആക്റ്റീവ് പ്രിൻസിപ്പിൾ ഹയോസിൻ, ഹയോസാമിൻ, അട്രോപ്പിൻ. ഫേറ്റൽ ഡോസ് ചോദിച്ചിട്ടുള്ളതാണ്. ദത്തൂറയ്ക്ക് 100 സീഡുകൾ വേണം. ഒരാളെ കൊല്ലണമെങ്കിൽ നമ്മൾ 1, 2, 3 100 സീഡുകൾ വേണം. ഫസ്റ്റ് സ്റ്റിമുലേറ്റ് ഹയർ സെന്റേഴ്സ് ഓഫ് ബ്രെയിൻ. നമ്മൾ ഇത്രയും വരുമോ എന്ന് ചിന്തിക്കും, അത് തന്നെയാണ് അവരുടെ കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ്. First, stimulate higher centers of brain, then motor centers, finally depression and paralysis. ആദ്യം ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും എല്ലാ ഹയർ സെന്റേഴ്സിനെയും, then motor centers സ്റ്റിമുലേറ്റ് ചെയ്യും, finally depression. ഇനി ഈ ഡെലൂറിയം പോയിസൺ ആയ ദത്തൂറ, നമ്മൾ നേരത്തെ പഠിച്ചില്ലയോ, ദത്തൂറ പിന്നെ റോഡ് പോയിസൺ ആണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലയോ. അപ്പം ഈ ദത്തൂറ ഇതുപോലെ തന്നെ വൈഡ്ലി ഡയലേറ്റഡ് ആയിട്ടുള്ള പ്യൂപ്പിൾ ഉള്ളതാണെന്നും ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഈ പ്യൂപ്പിൾ ഈ ദത്തൂറയ്ക്ക് കുറെ ഡികളുണ്ട്. ഡി like dry mouth, dysphagia, dilated pupil, diplopia, dry hot skin, dysuria, drunken, delirium, drowsiness and in death from respiratory failure. അപ്പോൾ നമ്മൾ സ്ലഡ്ജ് BP എന്ന് പറഞ്ഞ എല്ലാ സെക്രീഷൻസ് കൂട്ടുമെന്ന് ഓർഗനോഫോസ്ഫറസിൽ പഠിച്ചു. ഈ ഡെലീരിയം പോയിസൺ ആയ ദത്തൂറയ്ക്കകത്ത് ഉണ്ടാകുന്ന കേസുകളെല്ലാം ഡി ആണ്. ഡി. ഓക്കെ, ട്രീറ്റ്മെന്റ് KMNO4 ആണ്. ആന്റിഡോട്ട് ഇത് ഫൈസോസ്റ്റാഗ്മിൻ ഉപയോഗിച്ചാണ്. ഫൈസോസ്റ്റിഗ്മിൻ ദത്തൂറ ബൈ ഫൈസോസ്റ്റിഗ്മിൻ. ടെസ്റ്റ് മിഡ്രിയാറ്റിക് ടെസ്റ്റ് ആണ്, കാരണം ഡയലേഷൻ ഉള്ളതുകൊണ്ടാണ്. ഐസിന്റെ പ്യൂപ്പിൾ ഡയലേഷൻ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, മർക്കസ് ടെസ്റ്റ് ഒപ്പിയം, മാർഷ് റെനിസ് ടെസ്റ്റ് ഫോർ ആർസ്, മിഡ്രിയാറ്റിക് DD. ഓക്കെ, മിഡ്രിയാറ്റിക് ടെസ്റ്റ് ഫോർ ദത്തൂറ. അടുത്തത് കൊക്കൈൻ പോയിസൺ ആണ്. ഒരു കോമൺ ഇലിസിറ്റ് ഡ്രഗ് അല്ലെ, കൊക്കൈൻ പലയിടത്തും പിടിച്ചതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരു കോമൺ ഇലിസിറ്റ് ഡ്രഗ് ആണ് കൊക്കൈൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഗോണിൻ, ഹൈഗ്രീൻ, ഡമൈൽ കൊക്കൈൻ എന്നൊക്കെ പറയും. ഇറ്റ് ഇസ് എ പവർഫുൾ സ്റ്റിമുലന്റ് ഓഫ് CNS ഫോർ എ ഷോർട്ട് ടൈം. ഹാഫ് ലൈഫ് ഒരു 1 to 2 hours ഉള്ളൂ. ഇതിന്റെ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ എക്സൈറ്റ്മെന്റ്, ഡിപ്രഷൻ, പിന്നെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എക്സൈറ്റ്മെന്റ്, ഡിപ്രഷൻ സ്റ്റേജ് ഒക്കെ ഉണ്ട്. ഇതിലെ അടുത്ത സെന്റൻസ് ഞാനത് റെഡിലല്ല കൊടുത്തിരിക്കുന്നതിന്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. CH കൊക്കൈനും ഹീറോയിനും കൂടിയുള്ള സാധനത്തിനാണ് നമ്മൾ സ്പീഡ് ബോൾ എന്ന് പറയുന്നത്. സ്പീഡ് ബോൾ ഇസ് CH, കൊക്കൈൻ, ഹീറോയിൻ. ഓക്കെ, ആന്റിഡോട്ട് നമ്മൾ ഇതുവരെ കേട്ടുള്ള ഒരു ആന്റിഡോട്ടാണ് അമൈൽ നൈട്രൈറ്റ്. ബ്ലഡ് പ്രിസർവ്ഡ് ബൈ ആഡിങ് ഫ്ലൂറൈഡ്. കൊക്കൈൻ സിംറ്റംസ്, കൊക്കൈൻ സൈക്കോസിസിനെ പറയുന്ന പേരാണ് മാഗ്നൻ സിംറ്റംസ്. കണ്ടോ, അടുത്തൊരു മാഗ്നൻ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഈ കൊക്കൈൻ കഴിച്ചവർക്ക് സ്കിന്നിലുള്ള ഒരു എന്താ പറയാ ഇറിറ്റേഷൻ, ഒരു ബഗ് പോകുന്ന പോലെയൊക്കെ തോന്നുന്നു എന്നാണ് മാഗ്നൻ സിംറ്റംസിനെ കുറിച്ച് പറയുന്നത്. സോ കൊക്കൈൻ, മാഗ്നൻ സിംറ്റംസ്. അപ്പൊ നമ്മൾ 4-5 എമ്പുകൾ പഠിച്ചു. മീസ് ലൈൻ ഫോർ ആർട്സ്, റെഡിഷ് ടെസ്റ്റ് ഫോർ പിന്നെ ആർട്സ്, പിന്നെ മിഡ്രിയാറ്റിക് ടെസ്റ്റ് ഫോർ ദത്തൂറ, പിന്നെ മാഗ്നൻ സിംറ്റംസ് അടുത്ത് പഠിക്കുന്നു. കൊക്കൈൻ ഒരു ഇങ്ങനെ സ്റ്റിമുലന്റ് പോലെയാണല്ലോ, അപ്പൊ അവർക്ക് തോന്നുന്ന ചില തോന്നലുകൾ. സോ കൊക്കൈൻ, മാഗ്നൻ സിംറ്റംസ്. ഓക്കെ, അടുത്തത് കനാബിസ്, മറിജുവാന. അതിന്റെ കുറച്ച് എന്താ പറയാ വകഭേദങ്ങളുണ്ട്. മറിജുവാന എന്ന് പറയും. മറിജുവാന ഫ്ലവറിംഗ് ടോപ്പുകളാണ് ആൻഡ് ലീവ്സ് ഓഫ് ഫീമെയിൽ പ്ലാന്റ്സ്. അതിന്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് THC ആണ്, ഓർക്കണം. അടുത്ത ഫോംസ് എന്ന് പറയുന്നത് ഗഞ്ച,
നമ്മൾ കഞ്ചാവ് എന്ന് പറയുന്നത് തന്നെയാന്ന് തോന്നുന്നു. ഗഞ്ച, അതും ഫ്ലവർ ടോപ്പ് ആണ്. ബാങ്, അതുപോലെ ഹാഷിഷ് അല്ലെങ്കിൽ ചരസ്. ചോദിക്കുന്നത് എങ്ങനെയാണ്, ഇത് ഏതിന്റെ വെറൈറ്റി ആണ്? ഓക്കെ, അപ്പൊ നമുക്ക് ദത്തൂറ തരുന്നു, അല്ലെങ്കിൽ കനാബിസ് തരുന്നു, കൊക്കൈൻ തരുന്നു ഓപ്ഷൻസിൽ. ഗഞ്ച ഏതിന്റെയാണ് ചോദിച്ചാൽ കനാബിസിന്റെ ആണെന്ന് എഴുതണം. അതുപോലെ റൺ അമോക്ക് ഉള്ളത് പിന്നെ ഇതിലാണ്. ഓക്കെ, കൊക്കൈൻ അടിച്ചിട്ട് സോറി കനാബിസ് അടിച്ചിട്ട് റൺ അമോക്ക്. ഓക്കെ, കനാബിസ് അടിച്ചിട്ട് റൺ അമോക്ക്, അല്ലെങ്കിൽ അമ്മോട്ടിവേഷണൽ സിൻഡ്രോം എന്ന് പറയും, അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്സ് ഒക്കെ വരുന്ന സിൻഡ്രോം. സോ കൊക്കൈനകത്ത് അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻസ് കണ്ടു. ഈ കൊക്കൈനകത്തുള്ള ഈ റൺ അമോക്ക് എന്ന് പറയുന്നത് കനാബിസ് ആണ് കേട്ടോ. കാനഡയിലോട്ട് ഓടി എന്നൊക്കെ ഓർക്കാം. കനാബിസ്, റൺ അമോക്ക്. ഈ കൊക്കൈൻ പോയിസണിങ്ങിൽ അവർക്ക് ജെറ്റ് ബ്ലാക്ക് ടങ് കാണാറുണ്ട്. ഓക്കെ, കൊക്കൈനിലാണ് ജെറ്റ് ബ്ലാക്ക് ടങ്. അത് പിന്നെ കാണുന്നത് നമ്മുടെ ഈ ടാക്ടൈൽ സെൻസേഷൻസ് പറഞ്ഞില്ലയോ, മാഗ്നൻ സിംറ്റംസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില MI, അക്യൂട്ട് MI, ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ ഒക്കെ ഈ കനാബിസിൽ തന്നെ ഉള്ളതാണ്, സോറി കൊക്കൈനിലുള്ളതാണ്. കനാബിസിൽ റൺ അമോക്ക് തന്നെയാണ് ഇമ്പോർട്ടന്റ്. കനാബിസ്, കാനഡയിലോട്ട് ഓടി, റൺ അമോക്ക്. എമോട്ടിവേഷണൽ സിൻഡ്രോം ഒക്കെ ഇതിനകത്തുണ്ട്. പിന്നെ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇലിസിറ്റ് ഡ്രഗ് ആയിട്ട് കൂട്ടുന്നു. ഓക്കെ, ഇനി നമ്മളിപ്പോ കോമൺലി ഈ ഡ്രഗ് അഡിക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്ന സാധാരണ LSD എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിലുണ്ടാക്കുന്ന സെൻസേഷൻ അല്ലെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഡ് ട്രിപ്സ്, അല്ലെങ്കിൽ കുറെ ഫ്ലാഷ് ബാക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പോലെ തോന്നും LSD. ഇനി വേറൊരു സാധനമുണ്ട്, ഫെൻസൈക്ലിഡിൻ എന്നാണ് അതിന്റെ പേര്. ദാറ്റ് ഇറ്റ് പ്രൊഡ്യൂസസ് ഡിസോസിയേറ്റീവ് അനസ്തേഷ്യ. സ്പെല്ലിംഗ് PHENCYCLIDIN, ഫെൻസൈക്ലിഡിൻ എന്നാണ് പറയുന്നത്. അത് ഡിസോസിയേറ്റീവ് അനസ്തേഷ്യ എന്ന് പറഞ്ഞ് ഒരിടത്ത് കണ്ടിരുന്നു. ഓക്കെ, സോ ഐ റിപ്പീറ്റ്, കൊക്കൈനകത്ത് നമ്മൾ ഓർക്കുന്ന സ്പീഡ് ബോൾ ഓർക്കണം, CH ആണ് കൊക്കൈൻ ആൻഡ് ഹീറോയിന്റെ കാര്യം. അതുപോലെ കൊക്കൈന്റെ ടങ്ങും മാഗ്നറ്റ് സിംറ്റംസും ഓർക്കുക. പിന്നെ അതുപോലെ കനാബിസിലാണ് ഈ റൺ അമോക്ക് എന്നുള്ള കാര്യം, അതുപോലെ പിന്നെ ബേൺഡ് റോക്ക് ലൈക്ക് സ്മെല്ല് കാണുന്ന കാര്യം. ഇനി സ്ട്രിച്ചിൻ എന്ന് പറയും, നമ്മുടെ കറക്റ്റ് സ്ട്രിച്ചിൻ മെഡിസിൻ തന്നെ അതുപോലെ തന്നെ തോന്നും. അതിന്റെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ അത് വെൻട്രൽ ഹോൺ മോട്ടോർ ന്യൂറോണിനെ പ്രിവെന്റ് ചെയ്യുന്നു തന്നെയാണ്. അതുപോലെ ഒരു ശരീരത്തിന് 4 വർഷത്തോളം അത് കാണപ്പെടും എന്നാണ് പറയുന്നത്. സ്ട്രിച്ചിനും ഉണ്ട്, ബ്രൂസിനും ഉണ്ട് അതിന്റെ ആൽക്കലോയിഡ്സ്. പക്ഷെ സ്ട്രിച്ചിൻ ഒരു 10 തൊട്ട് 20 ടൈംസ് ഗ്രേറ്റർ ദാൻ ബ്രൂസിനാണ്. പിന്നെ റീസസ് സാർഡോണിക്കസ്, ഒപ്പിസോട്ടോണസ് ഒക്കെ ഉണ്ടാക്കും. റിസംബിൾസ് ടെറ്റനസ് പോയിസണിങ്, അതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ടെറ്റനസ് പോയിസണിങ് പോലെ തോന്നും. അപ്പൊ ടെറ്റനസ് പോയിസണിങ് പോലെ തോന്നുന്നത് സ്ട്രിച്ചിലാണ്. അതുപോലെ കോളറ ആർസാൽബാണ്. ഓർഗനോഫോസ്ഫോസിസ് കൊളൈറ്റിസ്, സോറി ആസ്മയാണ്. കൊളൈറ്റിസ് കാണിക്കുന്നത് മെർക്കുറിയിലാണ് എന്ന് പറഞ്ഞതുപോലെയാണ് സ്ട്രിച്ചിൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം കെലോറിസിറ്റി ഇതിനകത്ത് കാണും. പോസ്റ്റ്മോർട്ടം കെലോറിസിറ്റി നമ്മൾ നാളെ FM പഠിക്കുമല്ലോ. അതിനകത്ത് പോസ്റ്റ്മോർട്ടം കെലോറിസിറ്റി കാണുന്ന ഒരെണ്ണം ഇതാ. പിന്നെ ഒന്നാണ് ഈ ബേൺഡ് കേസിലൊക്കെ, ലൈറ്റ്നിങ് അതുപോലെ ബേൺഡ് കേസിലൊക്കെ വരുമ്പോഴും ഈ പോസ്റ്റ്മോർട്ടം കെലോറിസിറ്റി കാണും. ഓക്കെ, സോ സ്ട്രിച്ചിനകത്ത് ടെറ്റനസ് പോയിസണിങ്, പോസ്റ്റ്മോർട്ടം കെലോറിസിറ്റി തന്നെയാണ് ഇമ്പോർട്ടന്റ്. അടുത്തത് കാർഡിയാക് പോയിസൺ ആണ്. വൈറ്റ് ഒലിയാൻഡർ എന്ന് പറയും, നെറിയം ഒഡോറം ആണ്. കേർണൽ ഓഫ് വൺ ഫ്രൂട്ട് അല്ല കേട്ടോ, ഞാൻ ടൈപ്പ് ചെയ്ത മിസ്റ്റേക്ക് ആണ്. കേർണൽ ഓഫ് വൺ ഫ്രൂട്ട് ശരിക്കും സെറബെറ ഒദളമാണ്. വൈറ്റ് ഒലിയൻഡർ എന്ന് പറയുന്നത് നെറിയം ഒഡോറം. ഒരു ക്വസ്റ്റനിൽ കണ്ടു, അതിന്റെ ആൽക്കലോയിഡ്സ് ഏതൊക്കെയാണ്? നെറിൻ, ഒലിയാൻഡർ ആൻഡ് കരാബിൻ ആണ്. ട്രീറ്റ്മെന്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. യെല്ലോ ഒലിയാൻഡർ അഥവാ സെർബേറ തെവേഷ്യ. സെർബേറ തെവേഷ്യയിൽ കാണുന്ന സാധനമാണ് സെർബറിൻ, തെവേഷ്യൻ, തെവിടോക്സിൻ. നെറിൻ എന്ന് പറയുന്നത് നെറിയമൊഡോറിയൽ കാണും. ഓക്കെ, കെരാബിൻ വന്നാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത്, അത് നെറിയമൊഡോറമാണ്. ഇനി സെർബേറ ഒതളങ്ങ എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഹൈപ്പർ കലീമിയാണ് അവിടെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. ഓക്കെ, അവിടെയാണ് കേർണൽ ഓഫ് വൺ ഫ്രൂട്ട്. ദത്തൂരയിൽ നമ്മൾ 100 to 200 സീൽസ് ഒക്കെ പഠിച്ചു. പക്ഷെ ഒതളത്തിന് അതൊരു ഒറ്റ ഒരെണ്ണം മതി. നിങ്ങൾ ഒതളങ്ങ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതൊരു ലൈക്ക് ഒത്തിരി ചെറിയൊരു മാങ്ങയുടെ ഒക്കെ വലിപ്പത്തിലാണ്. ഓക്കെ, അടുത്ത അക്വണൈറ്റ് പോയിസൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അക്വണൈറ്റിനകത്താണ് ഹിപ്പസ് വരുന്നത്. ഹിപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൾട്ടർനേറ്റ് കൺട്രാക്ഷൻ ആൻഡ് ഡയലറ്റേഷൻ ആണ്. ഓക്കെ, വിസറ is kept in rectified spirit and acetic acid. അബോർഷൻ, ആരോ പോയിസൺ, കാറ്റൽ പോയിസൺ ഒക്കെ അക്വണൈറ്റ് ഉപയോഗിക്കാറുണ്ട്. അടുത്തതാണ് അടുത്തതാണ് നമ്മുടെ ഈ സയനൈഡ് എന്ന് പറയുന്നത്. നാച്ചുറൽ സോഴ്സായ പീച്ചസ്, ആപ്രിക്കോട്ട്, ബിറ്റർ ആൽമണ്ട് ഒക്കെ കാണുന്നു.
fruits having amylin and enzymes emulsifin, symptoms of poisoning, smell of bitter. Never cyanide poison, HCl poison, smell of bitter almonds, smell the dilated pupil, glistening cornea, treatment nitrate followed by sodium thiosulfate. ഇനി കുറച്ചൊന്നും ഞാൻ ആൽക്കഹോളിന്റെ ഒരു സ്ലൈഡ് മിസ് പറഞ്ഞില്ല, അതിനൊരു ക്വസ്റ്റൻ പറഞ്ഞോട്ടെ. സാധാരണഗതിയിൽ നമ്മൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ദിവസമൊക്കെ പഠിച്ചിരുന്നു. 99.5% ആണ് ആൽക്കഹോൾ കണ്ടിട്ടുള്ളത്, അബ്സല്യൂട്ട് ആൽക്കഹോൾ. റെക്ടിഫൈഡ് സ്പിരിറ്റ് ലെവൽ 90% ആണ്. ഇനി ഒരാൾ ആൽക്കഹോൾ കഴിച്ചു, നിങ്ങൾ ശ്രീറാം വെങ്കിട്ടരാമന്റെ പിന്നെ കേസ് കേട്ട് കാണും. ഒരാൾ ആൽക്കഹോൾ കഴിച്ചു, എത്ര പെർസെന്റേജ് ആണ് ഓരോ മണിക്കൂറും കുറയുന്നത് പറയാം. ഒരാളെ നമ്മൾ ആ കേസ് കണ്ടു, അതിനാണ് അവര് സസ്പീഷ്യസ് ആണെന്ന് പറഞ്ഞു. ആ കേസ് ഡിലേ ആകുമ്പോഴും എത്ര ശതമാനം കുറയും വെച്ചാൽ 15 mg/% per hour ആൽക്കഹോൾ കണ്ടിട്ട് കുറയും ഓരോ മണിക്കൂറും. 15 ആണ്, 50 അല്ല, 15 mg/% per hour കുറയും. ഓക്കെ, ഇത് എങ്ങനെയാ ഡിറ്റക്ട് ചെയ്യുന്നത്? പല ടെസ്റ്റുകളുണ്ട്. മാക്രോ ടെസ്റ്റും ഉണ്ട്, മൈക്രോ ടെസ്റ്റും ഉണ്ട്. മാക്രോ ടെസ്റ്റിന്റെ പേരാണ് കൊസെൽസ് ടെസ്റ്റ്, KOZELK, കൊസെൽസ് ടെസ്റ്റ് എന്ന് പറയും. പിന്നെ മൈക്രോ ടെസ്റ്റിന്റെ പേരാണ് കാവറ്റ്സ് ടെസ്റ്റ് എന്ന് പറയും. ഐ റിപ്പീറ്റ്, മാക്രോ ടെസ്റ്റ് കൊസെൽസ് ടെസ്റ്റും മൈക്രോ ടെസ്റ്റ് കാവറ്റ്സ് ടെസ്റ്റ് എന്ന് പറയും. പക്ഷെ ഏറ്റവും സ്പെസിഫിക്കും ഐഡിയൽ എന്ന് പറയുന്നത് ഗ്യാസ് ക്രൊമറ്റോഗ്രാഫി ടെസ്റ്റ് ആണ്. ഡോക്ടർ അതിന്റെ സ്ലൈഡ് ഇല്ല, ഞാൻ ഓഡിയോ ഇടുന്നേ ഉള്ളൂ, നോട്ട്സ് ഞാൻ ഇടും കേട്ടോ. എന്റെ സ്ലൈഡ് ഇതിൽ മിസ്സായി പോയത്. ഓക്കെ, അതിൽ സ്പെസിഫിക് ആണ് ഗ്യാസ് ക്രൊമറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഇതിൽ 3 സ്റ്റേജുകളുണ്ട്: എക്സൈറ്റ്മെന്റ്, ഇൻകോർഡിനേറ്റ് ആൻഡ് കോമ. ഒരാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അതിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നു, അയാൾ ഇൻകോർഡിനേറ്റഡ് ആവുന്നു, അയാൾക്ക് ഒരു കോമ ഉണ്ടാവും. അതല്ല ഇമ്പോർട്ടന്റ്. ഒരാൾ എക്സൈറ്റ് ആകുമ്പോൾ എത്രമാത്രം ആൽക്കഹോളിക് പെർസെന്റേജ് ഉണ്ടെന്നാണ് ഇമ്പോർട്ടന്റ്. എക്സൈറ്റ്മെന്റ് ആകുമ്പോൾ ജസ്റ്റ് ഒരു ജോളി ആകുമ്പോൾ 80 mg/% ഉള്ളൂ. അയാൾക്ക് ഒരു ഇൻകോർഡിനേഷൻ, നമ്മൾ നടക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയൊക്കെ നടക്കത്തില്ലയോ, അത് 150 mg/% ആണ്. കോമ സ്റ്റേജിൽ എത്തുമ്പോൾ അദ്ദേഹം നമ്മൾ ബോധം പോയി എന്ന് പറയുന്നത് 400 mg/% ആണ്. ആ സമയത്തുള്ള ഒരു സൈൻ ആണ് മക്കിവാൻ സൈൻ എന്ന് പറയും. മക്കിവാൻ സൈൻ അതെന്ന് പറഞ്ഞാൽ ഒരു പ്യൂപ്പിൾസിന്റെ ടെസ്റ്റ് ആണ്. നമ്മൾ ആ പേഷ്യന്റിനെ പിൻ ചെയ്യോ പിന്നെ കൊട്ടി ഉണർത്തൊക്കെ ചെയ്യുമ്പോൾ അയാള് കണ്ണ് തുറക്കും. കണ്ണ് തുറക്കുമ്പോൾ പ്യൂപ്പിൾസ് പതുക്കെ സ്ലോ ആയിട്ട് ഡയലേറ്റ് ചെയ്യും, അയാൾ റെസ്പോണ്ട് ചെയ്യും എന്നർത്ഥം. സോ ദാറ്റ് ഈസ് മക്കിവാൻ സൈൻ. സോ അടുത്തൊരു കേട്ടല്ലോ, മക്കിവാൻ സൈൻ. അപ്പൊ കള്ളു കുടിച്ച ഒരാളുടെ പേരാണ് മക്കിവാൻ സൈൻ ആണ്. പോസിറ്റീവ് എന്തിലാണ് കാണുന്നത്? ഈ ആൽക്കഹോൾ പോയിന്റ്സിലാണ്. ലീഗൽ ലിമിറ്റ് ഉണ്ട് അല്ലെ, നമുക്ക് ഈ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലീഗൽ ലിമിറ്റ് ഉണ്ട്. എത്ര mg/% ആണ് ലീഗൽ ലിമിറ്റ് എന്ന് അറിയാമോ? 30 mg/% കൺഫ്യൂസ്ഡ് ആവരുത്. 50 mg/% എവറി അവർ ബോഡിയിൽ നിന്ന് കുറയും. ലീഗലി 30 mg/% കൂടുതൽ ശരീരത്തിൽ പാടില്ല. അതിൽ കൂടുതലായി ഒരാൾ ഡ്രൈവ് ചെയ്ത് പോലീസ് പിടിച്ചാൽ സെക്ഷൻ 510 IPC പ്രകാരം കുറ്റമാണ്. I think you understood. മറ്റൊരു ഫോർമുല ഉണ്ട്, വിഡ്മാർക്സ് ഫോർമുല എന്ന് പറയും. വിഡ്മാർക്സ് ഫോർമുല ഈ ആൽക്കഹോളിക് കണ്ടന്റിനെ പറ്റി അറിയുന്ന ഒരു ഫോർമുലയാണ് ഈ വിഡ്മാർക്സ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ ഈ വിഡ്മാർക്സ് ഫോർമുല ബേസ്ഡ് അപ്പോൺ അതിനൊരു ചെറിയൊരു ഫോർമുല ഉണ്ട് കേട്ടോ. അതാണ് A=PRC എന്ന് പറയും. A=PRC. A എന്ന് പറയുന്ന വെയിറ്റ് ഓഫ് ആൽക്കഹോൾ ഇൻ ഗ്രാം, P എന്ന് പറയുന്ന ബോഡി വെയിറ്റ് ഇൻ കിലോഗ്രാം, C എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കഹോൾ ഇൻ ദ ബോഡി, R എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അത് ലേഡീസിന് 0.5 മെന്നിന് 0.6 ആണ്. ഓക്കെ, ഇത്രയും ഉപയോഗിച്ചൊരു വിഡ്മാർക്സ് ഫോർമുല എന്ന് പറയുന്നത് ആൽക്കഹോൾ പോയിസണിംഗ് ആണെന്ന് പഠിച്ചാലും മതി. സോ അതിലെ M ആണ് മക്കിവാൻ സൈൻ. മാഗ്നന്റ് സിംറ്റംസ് തമ്മിൽ മാറിപ്പോകരുത്. മാഗ്നന്റ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ കൊക്കൈനിലാണ്, റൺ അമക്കോ എന്ന് പറയുന്നത് കനാബിസിലാണ്, മെഡ്രിയാറ്റിക് ടെസ്റ്റ് ഫോർ ദത്തൂറ, മീസ് ലൈൻ ഫോർ ആർസ് അതുപോലെ ഉള്ളൊരു സാധനമാണ്. ഇതുപോലെ ഒരു പറയുന്ന ഒരു മുനിച്ച് ബിയർ ഹാർട്ട് എന്ന് പറയുന്നത് പിന്നെ ഈ ആൽക്കഹോളിക് പോയിസണിംഗിലാണ്. സോ അബ്സല്യൂട്ട് ആൽക്കഹോൾ 99.5, റെക്ടിഫൈഡ് സ്പിരിറ്റ് 90%, alcohol disappears from the blood at 15 mg/% per hour. Method of detecting macro test Cossack test എന്ന് പറയും, മൈക്രോ ടെസ്റ്റ് കാവറ്റ്സ് ടെസ്റ്റ് എന്ന് പറയും. ഏറ്റവും സ്പെസിഫിക് ഗ്യാസ് ക്രൊമറ്റോഗ്രഫി ആണ്. സ്റ്റേജ് 1 എക്സൈറ്റ്മെന്റ്, സ്റ്റേജ് 2 ഇൻകോർഡിനേഷൻ, സ്റ്റേജ് 3 ക്രോമ,
80%, 150%, 400 mg/% consecutively. MAC Evans test പോസിറ്റീവ് ആണ്. ലീഗൽ ലിമിറ്റ് എന്ന് പറയുന്നത് 30 mg/% ആണ്. സെക്ഷൻ 510 പ്രകാരം IPC പ്രകാരം കുറ്റകരമാണ് അതിന് മേലെ പോയാൽ. പിന്നെ ഈ ക്രോണിക് ആൽക്കഹോളിസം പേഷ്യന്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുക്കുമെന്നൊക്കെ പറയുന്നു. അതിന്റെ CAGE എന്നാണ് അതിന് പറയുക. പിന്നെ വിഡ്മാക്സ് ഫോർമുല ആൻഡ് ദ ഫോർമുല ഇസ് A is equal to PRC. മുനിഷ് ബിയർ ഹാർട്ട് എന്ന് പറയുന്നതും കൂടെ ഇതിനകത്തുണ്ട്. ഓക്കെ, ഇനി ഇതിലെ കുറച്ചുണ്ട്. ഞാൻ വിഡ്മാക്സ് ഫോർമുലയാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം സാറ്റർഡേ നൈറ്റ് നെർവ് പാരാലിസിസ് അത് റേഡിയൽ നെർവിൽ കാണുന്നു. ദത്തൂറ മിഡിയാറ്റിക് ടെസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു. പ്ലാന്റ്സിനകത്ത് പറഞ്ഞാണ് ലതൈറസ് സെറ്റൈവസ്, കേസരി ദാൽ എന്ന് പറയും. ലതൈറിസം ഉണ്ടാക്കുന്നു DOAA അതിലെ കണ്ടന്റ് ആണ്. പിന്നെ ആർജിമൻ ഓയിൽ ടെസ്റ്റ് നൈട്രിക് ആസിഡ് ടെസ്റ്റ് ആണ്. പേപ്പർ ക്രോമാറ്റോഗ്രഫി വെച്ചും അത് ഡിറ്റക്ട് ചെയ്യും. പിന്നെ അയഡത്തിലുള്ളതാണ് പ്രോട്ടോപ്ലാസ്റ്റ്. അയഡം ഒരു പ്രോട്ടോപ്ലാസ്മിക് പോയിസൺ ആണ് അയഡം. ക്ലോറാൽ ഹൈഡ്രേറ്റ് മിക്കി ഫിൻ നോക്കൌട്ട് ഡ്രോപ്സ്. മിക്കി ഫിൻ ആൻഡ് അടുത്തൊരു M ആണ്. ക്ലോറാൽ ഹൈഡ്രേറ്റ് മിക്കി ഫിൻ ഓർ നോക്കൌട്ട് ഡ്രോപ്സ്. കൊക്കൈനിൽ കാണുന്നത് മാഗ്നറ്റ് സിംറ്റംസ്. ഹീമോഡയാലിസിസ് സാലിസിലേറ്റഡ് ആണ് ചെയ്യുന്നത്. ഇനി പോയിസൺ ലൈക്ക് നാച്ചുറൽ ഡെത്ത് നമ്മൾ നേരത്തെ പഠിച്ചു, അത് താലിയമാണ്. പിന്നെ അടുത്ത കുറച്ച് പോയിന്റുകളാണ്. അത് പഠിക്കുക. ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്തതാണ്. ഫസ്റ്റ് സൈൻ ഓഫ് IUD ഇൻട്രായൂട്രൈൻ ഡെത്തിന്റെ ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് ഗ്യാസ് ഷാഡോ ഇൻ അയോർട്ടയാണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. ആർസനിക്കിന് മാർസ് റെനിഷ് ടെസ്റ്റ്, ഒപ്പിയം മർക്കസ്, ആൽക്കഹോളിനാണ് മാക് ഇവൻസ് ടെസ്റ്റ്, ഫിനോളിന്റെ യൂറിൻ ഗ്രീൻ യൂറിൻ ആണ്. ഇനി കോയാഗുലേഷൻ നെക്രോസിസുകൾ കാണുന്നത് ഏതിലൊക്കെയാണ്? നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആസിഡുകൾ തന്നെയാണ്. HCl, H2CO3, HNO3 ഒക്കെ. പിന്നെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മോസ്റ്റ് കോമൺ സൂസൈഡ് ഇൻ ഇന്ത്യ. ഒരിക്കലും ചിന്തിക്കരുത് ഡ്രൗണിങ് ആണ്. ഇത്രയും വെള്ളമുള്ളതുകൊണ്ട് ഡ്രൗണിങ് ആണ് ചിന്തിക്കരുത്. അധികം പേരും പോയിസണിങ് ആണ് സെലക്ട് ചെയ്യാറുള്ളത്. ദത്തുറ സീഡ്സിന്റെ ഫേറ്റൽ ഡോസ് എന്ന് പറയുന്നത് 100 സീഡ്സ് ആണ്. പിന്നെ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വിട്രസ് ഹ്യൂമർ ഇൻ ആൽക്കഹോൾ പോയിസൺ ഇസ് പ്രിസർവ്ഡ് ഇൻ. സോഡിയം ഫ്ലൂറൈഡിലാണ് വിട്രസ് ഹ്യൂമർ ആൽക്കഹോളിക് പോയിസണിങ് പ്രിസർവ് ചെയ്യാറുള്ളത്. കനാബിസ് ഡെറിവേറ്റീവ്, കനാബിസിന്റെ ആണ് റണ്ണമോക്ക്. കാനഡയ്ക്ക് റൺ ചെയ്യുന്ന കനാബിസുകാരൻ 3 സാധനം കയ്യിലെടുത്ത് നോക്കുക: ഹാഷിഷ്, ഗഞ്ച ആൻഡ് ബാൻ. ഓക്കെ, ടോക്സ് ആൽബുമിൻ ആണ് ക്രോട്ടൺ ടിഗ്, റെസിനസ്, അബ്രസ് ഒക്കെ. ഓക്കെ, അത് പ്രോട്ടീൻ സിന്തസിസിന് എതിരാട്ടോ, അതാ ഉദ്ദേശിച്ചത്. എറിത്തിസം, മീനമാറ്റ ഡിസീസ്, പിങ്ക് ഡിസീസ്, മെർക്കുറിയാലിസ് ലെൻറ്റിസ്, പിന്നെ കൺഗസോ മെർക്കുറിയാലിസ്, ഇതൊക്കെ ഉള്ളത് മെർക്കുറി പോയിസണിലാണ്. ഇനി കാർബോണിക് ആസിഡിലെ പ്യൂട്രിഫാക്ഷൻ ഡിലേഡ് ആണ്. ആർസിലും പ്യൂട്രിഫാക്ഷൻ ഡിലേഡ് ആണ്. അതായത് ഒരു ബോഡി പിന്നെ അഴുകാനുള്ള സമയം കുറച്ചുകൂടെ ഡിലേ ആക്കും കാർബോണിക് ആസിഡും ആർസും. ഡക്സോമിക്കിൽ നമ്മൾ പറഞ്ഞു പോസ്റ്റ്മോർട്ടം, സ്വിച്ചിനിൽ നമ്മൾ പറഞ്ഞു പോസ്റ്റ്മോർട്ടം കെലോറസിറ്റിക് ആണ്. മാഗ്നറ്റ് സിംറ്റംസ്, കൊക്കൈൻ സിംറ്റംസ്. മാഗ്നറ്റിന്റെ മീനിങ് പഠിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഓർക്കും. ഗഞ്ച ടെട്രാ ഹൈഡ്രോ കെനാബിനോൾ ആണ്. പാർഷ്യൽ ഡെഫ്നെസ് കാണുന്നത് ക്വിനൈനിലാണ്. പാർഷ്യൽ ഡെഫ്നെസ് കാണുന്നത് ക്വിനൈനിലാണ്. പിന്നെ ഓൾട്ടർനേഷൻ ഓഫ് കൺട്രാക്ഷൻ ആൻഡ് ഡയലറ്റേഷൻ ഓഫ് പ്യൂപ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഹിപ്പസ് എന്ന് പറയുന്നത് കാണുന്ന അക്വണൈറ്റിലാണ്. ഒപ്റ്റിക് അട്രോഫി കാണുന്നത് മെത്തനോളിൽ. പിന്നെ പ്രിയാപ്പിസം ഇൻ കാന്തറൈറ്റ് പോയിസൺ, കാരണം അതൊരു അഫ്രോഡിസിയാക് ആയിട്ടുള്ള മെഡിസിൻസിൽ പെടുന്നതാണ്, അതുകൊണ്ടാണ് അത് കാണുന്നത്. എനി ഡൗട്ട് റിഗാർഡിംഗ് ദീസ്? മാഗ്നറ്റ് സിംറ്റം, പിന്നെ മീസ് ലൈന്, അതുപോലെ വിട്രസ് ഹ്യൂമറിലാണ് സോഡിയം ഫ്ലൂറൈഡ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കെനാമൈൻ റെഡീസ് റണ്ണമോക്കിൽ ഏതിലാണ്, ഏതിന്റെ ഡെറിവേറ്റീവ് ആണ് ഗഞ്ച എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി ആന്റിഡോട്ട് എന്ന് പറയുന്നത് സോഡിയം നൈട്രേറ്റ് പോയിസണിങ്ങിന് മിഥൈലൈൻ ബ്ലൂ, പോപ്പോസിലെ നൈട്രൈറ്റ് ഇൻഹേലന്റ്, റെറ്റിനൽ ടോക്സിസിറ്റി ഇൻ മെത്തനോൾ പോയിസണിങ് ബൈ ഫോർമിക് ആസിഡ്, ഫോൾസ് ഗ്രോയിങ് ഒന്ന് പ്ലംബാഗർ റോയ്സ്, നമ്മൾ നേരത്തെ കലോട്രോപ്പിസം പറഞ്ഞിരുന്നു. സ്യൂസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് കുറെ സാധനങ്ങളുണ്ടെങ്കിലും സ്യൂസ് അബ്രസ് പ്രിക്കറ്റോറിയസ് ആണ്. ആൽക്കഹോൾ ഇൻഫ്ലുവൻസിന്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു, ഡ്രൈവിംഗിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞിരുന്നു. ഫെമറൽ പെയിൻ ഫോർ കെമിക്കൽ അനാലിസിസ്, യൂറിൻ കെപ്റ്റിൻ 12, സ്പീഡ് ബോൾ എന്ന് പറയുന്നത് CHLA, അപ്പൊ കൊക്കൈനും ഹെറോയിനും. പിന്നെ കോപ്പർ എന്ന് പറയുന്നത് ബോത്ത് ആസ് എൻ ആന്റിഡോട്ട് ആൻഡ് എ പോയിസൺ. കോപ്പർ ഇതിൽ ഏതാണ് ആന്റിഡോട്ടും പോയിസണും ആയിട്ട് ആക്ട് ചെയ്യാൻ ചോദിച്ചാൽ അത് കോപ്പർ ആണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ടോപ്പിക്. കുറച്ച് പോയിന്റുകൾ കൂടെ ആഡ് ചെയ്യാനുണ്ട്, അത് ഞാനൊരു നോട്ട്സ് പോലെ എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായോ? ബോറിംഗ് ആയിരുന്നോ? സ്പീഡ് പോയോ? ഷുഡ് ഐ റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ? ടോക്സിക്കോളജി മാത്രമേ ഉള്ളൂ.
കണ്ടുവന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയണോ? സിങ്ക് ഒന്നുകൂടെ പറയണം. സിങ്ക്. സിങ്ക. ഓക്കെ ആ. ഓക്കെ, സിങ്ക് എന്ന് പറയുന്ന can I take the slide? ഒരു മിനിറ്റ്. എന്തോ വേർഡ് പറഞ്ഞായിരുന്നു അത്. മെറ്റൽ ഫ്യൂസ് ഫീവർ ഓർ സ്മെൽറ്റേഴ്സ് ഫീവർ എന്നതിന് പറയും. ഓക്കെ, അതുപോലെ സിങ്കിലുള്ള ഒന്നാണ് മലേറിയ ചിൽസ് സിങ്കിൽ കാണുന്നു എന്നുള്ളത്. അത് രണ്ടുമാണ് അതിൽ പ്രധാനപ്പെട്ട് പറയാറുള്ളത്. മെറ്റൽ ഫ്യൂം ഫീവർ ഓർ സ്മെൽറ്റേഴ്സ് ഫീവർ, മലേറിയ ലൈക്ക് ചിൽസ് അതിലാണ് കാണുന്നത്. ഫേറ്റൽ ഡോസ് 5 gram, ഫേറ്റൽ പീരീഡ് 24 hours. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞതിൽ ക്ലാരിഫൈഡ് അല്ലയോ? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തെങ്കിലും അഡീഷൻസോ ഡിസ്കഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ മുതൽ ഡോക്ടർ തുഷാരഗിരിയുടെ ഫോറൻസിക് മെഡിസിൻ തുടക്കം മുതലുള്ള ക്ലാസ് തുടങ്ങും. ഉച്ചയ്ക്കുള്ള സമയമാണ് 2 to 4. ഓക്കെ, എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും 5 ഡോക്ടർ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ പറയുക. താങ്ക് യു ഫോർ ദ പേഷ്യന്റ് ഹിയറിംഗ്. എനിക്കറിയാം ആഫ്റ്റർനൂൺ സെഷൻ ഇച്ചിരി പാടാണെന്ന്, ബട്ട് പ്ലീസ് ഡു ഗോ ത്രൂ ദ സ്ലൈഡ്സ്. പല കാലങ്ങളായിട്ടുള്ള കുറെ കാര്യങ്ങൾ കവർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ I will surely add. Thank you for the patient hearing, and thank you, sir, for giving me a chance to do this class, to take this class. നമ്മൾ PPT ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സംശയങ്ങളുള്ളവർ അതും ഗ്രൂപ്പിൽ ചോദിക്കാം. തീർച്ചയായിട്ടും ഡോക്ടർ അഞ്ജു നല്ല രീതിയിൽ ക്ലാസ് എടുത്തു. തീർച്ചയായിട്ടും കൂടുതൽ വിഷയങ്ങൾ, കൂടുതൽ ഭാഗങ്ങൾ പ്രിപ്പയർ ചെയ്ത് വീണ്ടും ക്ലാസ്സുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനുള്ള സമയം കൂടെ കണ്ടെത്തണം. ഓക്കെ ഓക്കെ സർ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി പറയുന്നു. 4 മണിയായി, നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോ നാളെ 2 മണിക്ക്. ഓക്കെ.